കുമാരൻ മാസ്റ്റർ നമ്മുടെ റെക്കോർഡർ ഓൺ ചെയ്തില്ലായിരുന്നു, ഇപ്പോഴാണ് ഓർത്തത്. വൈ.കെ. കുമാരൻ മാസ്റ്ററുടെ നേതൃത്വത്തിലുള്ള മയ്യഴി വിമോചന സമരമൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, അല്ലെ കേട്ടിട്ടുള്ളതാണ്. ഈ മയ്യഴി കൂടാതെ ഇവർക്ക് പല പ്രദേശങ്ങളുണ്ട്. മയ്യഴിയെ നമ്മൾ മാഹി എന്ന് വിശേഷിപ്പിക്കുന്നത്. പുതുച്ചേരി ഉണ്ട് തമിഴ്നാട്ടിൽ. ആന്ധ്രയിലെ കാരക്കൽ എന്ന് പറഞ്ഞൊരു സ്ഥലം, കാരക്കൽ ആന്ധ്രയിലല്ല, കാരക്കൽ തമിഴ്നാട്ടിൽ തന്നെയാണ്. പുതുച്ചേരിയും കാരക്കലും തമിഴ്നാട്ടിലും, യാനം എന്ന് പറയുന്ന പ്രദേശം ആന്ധ്രയിലെ. പിന്നെ ചന്ദ്രനഗർ എന്ന് പറഞ്ഞ മറ്റൊരു പ്രദേശമുണ്ട്. അത് എവിടെയാണ് ഇപ്പോൾ? ബംഗാളിലാണ്. ബംഗ്ലാദേശിന്റെ ഒക്കെ ഭാഗമായിട്ടുള്ള തീരപ്രദേശത്താണ് ചന്ദ്രനഗർ എന്ന് പറയും. ഈ പ്രദേശങ്ങളൊക്കെയാണ് ഫ്രഞ്ചുകാരുടെ കൈവശത്തിരിക്കുന്ന വസ്തുക്കൾ എന്ന് പറയുന്നത്. ഇത് അവരുടെ അധികാര കേന്ദ്രമായിട്ട് അവർ കണക്കാക്കി ഈ ബ്രിട്ടീഷുകാരുടെ ആക്രമണം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അതിനു ചുറ്റും കോട്ട കെട്ടി സംരക്ഷിക്കാൻ തുടങ്ങി. അതായത് ബ്രിട്ടീഷുകാരെ ഫ്രഞ്ചുകാരുടെ ടെറിട്ടറി ആക്രമിക്കും, എന്നിട്ട് അവിടെ നിന്ന് മൊത്തം പ്ലണ്ടർ ചെയ്തുകൊണ്ടുപോകും, കൊള്ള നടത്തിക്കൊണ്ടുപോകും. ഈ കൊള്ള ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗം എന്താണ്? കോട്ട കെട്ടി തങ്ങളുടെ ഫാക്ടറിയെയും വെയർഹൗസുകളെയും ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന വിലപിടിപ്പുള്ള വിഭവങ്ങൾ സംരക്ഷിക്കുക. അതിനു വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം കോട്ട കെട്ടുക, കോട്ടയുടെ മുകളിൽ പീരങ്കിയോ തോക്കോ മറ്റോ ഒക്കെ അങ്ങനെ കെട്ടി തൂക്കിയിടുക. അതാണ് ചെയ്യാൻ പറ്റുന്ന ഏക മാർഗം. നമ്മൾ ഈ നമ്മുടെ നാട്ടിൽ നടന്ന അഞ്ചുതെങ്ങ് കലാപത്തെ കുറിച്ച് കേട്ടിട്ടല്ലേ? സെയിം സാധനം തന്നെ. അല്ലെങ്കിൽ ഇവര് കോട്ട കെട്ടി. ഇത് ഫ്രഞ്ചുകാർ ചെയ്തപ്പോൾ ഇംഗ്ലീഷുകാർക്കും തോന്നി, ഫ്രഞ്ചുകാർ അവരുടെ പ്രദേശങ്ങൾ കോട്ട കെട്ടി സംരക്ഷിച്ചു. ഇനി ഇവരെന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്? ഇനി അവർ ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷുകാരുടെ പ്രദേശങ്ങളെ ആക്രമിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷുകാർ കോട്ട കെട്ടാൻ തീരുമാനിച്ചു. അങ്ങനെ ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും മത്സരിച്ച് അവർക്ക് വ്യാപാരം ചെയ്യാൻ അനുമതി കിട്ടിയ പ്രദേശങ്ങൾ മുഴുവനും കോട്ട കെട്ടി തിരിക്കാൻ തീരുമാനിച്ചു. നമ്മുടെ വീടിന്റെ പരിസരത്ത് നമ്മുടെ പറമ്പിലോട്ട് കയറി മറ്റൊരുത്തൻ വേലി കിട്ടിയാൽ എന്തായിരിക്കും പ്രശ്നം? ആ പ്രശ്നം തന്നെ അവിടെയും ഉണ്ടായി. ഇവരെല്ലാവരും എവിടെയാണ്? പല രാജാക്കന്മാരുടെ അനുവാദം വാങ്ങിയിട്ടാണ് വ്യാപാരശാലകൾ തുറന്നിരിക്കുന്നത്. ഇതിലേറ്റവും ബുദ്ധിമുട്ടുണ്ടായത് ബംഗാൾ എന്ന് പറഞ്ഞ പ്രദേശത്തെ ഭരണാധികാരിയാണ്. ഈ ബംഗാളിലെ ഭരണാധികാരി എന്ന് പറയുന്നത് അത് നമുക്കറിയാം അല്ലെ? മുർഷിദ് കുലി ഖാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഏകദേശം 1720-കളിലാണ് ബംഗാൾ എന്ന് പറയുന്ന മുഗൾ സാമ്രാജ്യത്തിന്റെ പ്രവിശ്യയെ ഒരു സ്വതന്ത്ര പ്രവിശ്യയാക്കി പ്രഖ്യാപിച്ച് ഭരണം ആരംഭിക്കുന്നത്. ഈ മുർഷിദ് കുലി ഖാൻ 10-20 വർഷക്കാലത്തോളം ഭരിച്ചു. അദ്ദേഹം ഇംഗ്ലീഷുകാരെ വിറപ്പിച്ച് തന്നെയാണ് നിർത്തിയിരുന്നത്. എന്നാൽ അതിനുശേഷം വന്ന അലിവർദി ഖാൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പിൻഗാമി അത്രയ്ക്ക് പവർഫുൾ ആയിരുന്നില്ല. ഈ അവസരം മുതലെടുത്തുകൊണ്ട് ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും അവരുടെ അധികാര കേന്ദ്രങ്ങളൊക്കെ വികസിപ്പിച്ചു. വ്യാപാരം ചെയ്യാനായിട്ട് കൽക്കട്ട തുറമുഖം എന്ന് പറയുന്നത് ഈ ഇംഗ്ലീഷുകാരുടെയും ഫ്രഞ്ചുകാരുടെയും പൂർണ്ണമായ പരിധിയിലേക്ക് മാറ്റപ്പെട്ടു. അതിനുശേഷം ഉണ്ടായ കാര്യം എന്ന് വെച്ചാൽ എന്താണെന്നറിയാവോ? ഈ മൂന്നാമത്തെ ഭരണാധികാരി വരികയാണ്. മൂന്നാമത്തെ ഭരണാധികാരി എന്ന് പറയുമ്പോൾ ആരാണ്? നമ്മൾ ഈ പറയുന്ന സിറാജ് ഉദ് ദൗള എന്ന് പറയുന്നയാളാണ് മൂന്നാമത്തെ ഭരണാധികാരി. ഈ സിറാജ് ഉദ് ദൗള എന്ത് ചെയ്തു എന്ന് കൂടി അറിയാൻ നമ്മൾ. അദ്ദേഹം വളരെ രോഷാകുലനാണ്. അദ്ദേഹം ഒരു ചെറുപ്പക്കാരനായ രോഷാകുലനായ സിറാജ് ഉദ് ദൗള അദ്ദേഹത്തിന്റെ ഭൂമിയിൽ ഇമാതിരി വേലികെട്ട് നടത്തുന്ന ഇംഗ്ലീഷുകാരോടും ഫ്രഞ്ചുകാരോടും പറഞ്ഞു, ഇവിടെ ഒരു ഭരണാധികാരിയായിട്ട് ഞാനുണ്ട്. നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്ന തുറമുഖ പ്രദേശങ്ങളിൽ മാത്രം നിങ്ങളുടേതായ നിയന്ത്രണങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവരാം. അല്ലാത്ത പ്രദേശങ്ങളിൽ കോട്ട കെട്ടിത്തിരിക്കുന്നത് ശരിയല്ല. ഈ കോട്ടകൾ ഉടൻ തന്നെ പൊളിച്ചു മാറ്റാൻ പറഞ്ഞു. ഭരണാധികാരിയുടെ ഓർഡറാണ്. ആ ഭരണാധികാരിയുടെ ഉത്തരവ് അംഗീകരിക്കാൻ തയ്യാറായത് ഫ്രഞ്ചുകാർ മാത്രമാണ്. ഫ്രഞ്ചുകാരെന്ത് ചെയ്തു? അവരെ കെട്ടിയ കോട്ടകൾ അവരെന്ത് ചെയ്തു? പൊളിച്ചു. ഇംഗ്ലീഷുകാരെ കോട്ട പൊളിക്കാനായിട്ട് തയ്യാറായില്ല. ഇംഗ്ലീഷുകാരെ കോട്ട പൊളിക്കാൻ തയ്യാറാകാതിരുന്നത് കൊണ്ട് സംഭവിച്ചു, സിറാജിന് അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി. സിറാജിന് തോന്നി എന്റെ അധികാരത്തെ അവര് അംഗീകരിക്കുന്നില്ല. അധികാരം അംഗീകരിച്ചില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അറ്റാക്ക് ചെയ്യണം. അങ്ങനെ സിറാജ് ഈ പറയുന്ന ബംഗാൾ എന്നുള്ള പ്രദേശത്തുള്ള ഇംഗ്ലീഷുകാരുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ മുഴുവനും അദ്ദേഹം ആക്രമിച്ചു, പിടിച്ചെടുത്തു. കൽക്കട്ട എന്ന് പറയുന്ന നമ്മുടെ നഗരമുണ്ടല്ലോ, ആ കൽക്കട്ട നഗരത്തിനൊരു ചരിത്രമുണ്ട്. ആ ചരിത്രം എങ്ങനെ ആരംഭിക്കുന്നു വെച്ചാൽ അത് നമ്മുടെ ഔറംഗസേബിന്റെ കാലത്താണ്. ഔറംഗസേബിന് 2 സഹോദരിമാരുണ്ടായിരുന്നു. ജഹനാര എന്നും റഷനാര എന്നും പറയുന്ന 2 സഹോദരിമാരുണ്ടായിരുന്നു. ഇതില് ഈ റഷനാര എന്ന് പറയുന്ന സഹോദരിക്ക് ഉദര സംബന്ധമായ കുറച്ച് അസുഖങ്ങളുണ്ട്. ആ അസുഖം ഭേദമാക്കുവാനായിട്ട് നമ്മുടെ ഇന്ത്യയിലുള്ള വൈദ്യന്മാരെ പഠിച്ച പണി 18 നോക്കി നടന്നില്ല. അവസാനം ഇംഗ്ലീഷുകാരനായ ഒരു ഡോക്ടർ കൊട്ടാരത്തിലെത്തി. അദ്ദേഹത്തിന്റെ അലോപ്പതി എന്ന് പറയുന്നത് ഈ പറയുന്ന റൊഷനാര എന്ന് പറയുന്ന റാണിയുടെ വയറുവേദന ശമിപ്പിച്ചു. അദ്ദേഹം
എന്തോ മരുന്ന് കൊടുത്തു, അത് ഏറ്റു. റാണിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. സ്വന്തം സഹോദരിയെ രക്ഷപ്പെടുത്തിയ ഇംഗ്ലീഷുകാരനായ ഡോക്ടറിനെ ഔറംഗസേബ് ഒരു സമ്മാനം കൊടുത്തു. ആ സമ്മാനമായിരുന്നു 3 ഗ്രാമങ്ങൾ. ആ ഗ്രാമങ്ങളുടെ പേര് ഇതായിരുന്നു: സുൽത്താനതി എന്ന് പറയും. അടുത്തത് ഗോവിന്ദപൂർ എന്ന് പറയും. അടുത്തത് കാളിഘട്ട്. കാളിഘട്ട്, സുൽത്താനതി, ഗോവിന്ദപൂർ, കാളിഘട്ട്. ഇങ്ങനെ 3 ഗ്രാമങ്ങള് ഇംഗ്ലീഷുകാരനായ ഡോക്ടർക്ക് ഔറംഗസേബ് ദാനമായിട്ട് കൊടുത്തു. ഡോക്ടർ കുറച്ചു കാലം അവിടെ പ്രാക്ടീസ് ഒക്കെ ചെയ്തു. അദ്ദേഹത്തിന് തിരിച്ച് ഇംഗ്ലണ്ടിലോട്ട് പോകാൻ നേരമായി. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? ഈ 3 ഗ്രാമങ്ങളിൽ നിന്ന് കിട്ടുന്ന നികുതി മുഴുവനും നിങ്ങൾ പിരിച്ചെടുത്തോളൂ എന്നായിരുന്നു ഡോക്ടറിനോട് പറഞ്ഞിരുന്നത്. ഇദ്ദേഹം നാട്ടിലേക്ക് തിരികെ പോകാൻ നേരത്ത് ഇദ്ദേഹം ഇത് കച്ചവടം ചെയ്തു. ആർക്കാ കച്ചവടം ചെയ്തത്? ബ്രിട്ടീഷുകാർക്ക് കച്ചവടം ചെയ്തു. ബ്രിട്ടീഷുകാർക്ക് ഈ 3 ഗ്രാമങ്ങൾ കിട്ടി. തീരദേശ ഗ്രാമങ്ങളാണ്. അതുകൊണ്ട് ബ്രിട്ടീഷുകാർ ഇത് പ്ലാൻ ചെയ്തു. ഇവിടെ ഒരു തുറമുഖ നഗരം ബിൽഡ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ഗോവിന്ദപൂറിനെയും കാളിഘട്ടിനെയും സുൽത്താനതിയെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഒരു പുതിയ ടൗൺഷിപ്പ് അവർ നിർമ്മിച്ചു. അതാണ് നമ്മൾ പറയുന്ന കൽക്കട്ട എന്ന് പറയുന്ന നഗരം. ഏകദേശം ഒരു 1697 കാലഘട്ടത്തിലാണ് ഈ കൽക്കട്ട നഗരം നിർമ്മിക്കപ്പെട്ടത്. ഇത് നിർമ്മിക്കുവാനായിട്ട് മുൻകൈ എടുത്തത് ഒരു ആർക്കിടെക്റ്റ് ആണ്. ഈ ആർക്കിടെക്റ്റിന്റെ പേരാണ് ജോബ് ചെർണോക്ക് എന്ന് പറയും. ഇപ്പൊ ജോബ് ചെർണോക്കാണ് കൽക്കട്ട നഗരത്തിന്റെ ശില്പി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത് ആരുടെ കാലഘട്ടത്തിലാണ്? ഔറംഗസേബിന്റെ കാലഘട്ടത്തിലാണ്. ഔറംഗസേബിന്റെ കാലഘട്ടത്തിന് ശേഷം പിന്നീട് നമ്മുടെ അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള ബഹദൂർ ഷാ വരുന്നുണ്ട്. ബഹദൂർ ഷായ്ക്ക് ശേഷം ഒരു ജഹന്തർ ഷാ വരുന്നുണ്ട്. ജഹന്തർ ഷായുടെ കാലമൊക്കെ എത്തിയപ്പോൾ മുഗൾ സാമ്രാജ്യം എന്ന് പറയുന്നത് ഏറ്റവും മോശമായിട്ട് മാറാൻ തുടങ്ങി. അത് ഏറ്റവും മോശമായിട്ട് മാറ്റപ്പെട്ട ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഫറൂഖ് സിയാർ എന്ന് പറയുന്ന ഒരു രാജാവ് ഭരിക്കുന്ന കാലഘട്ടം. മുഗൾ രാജാവ് ഫറൂഖ് സിയാർ. ഈ ഫറൂഖ് സിയാറിനെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? നല്ല രീതിയിൽ ഒന്ന് സുഖിപ്പിച്ച് കുറെ സമ്മാനങ്ങളൊക്കെ കൊടുത്തു. സമ്മാനങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഫറൂഖ് സിയാർ എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാരിൽ സംപ്രീതനായി. ബ്രിട്ടീഷുകാരിൽ സംപ്രീതനായ ഫറൂഖ് സിയാർ ചെയ്ത കാര്യം എന്തെന്നറിയാവോ? അദ്ദേഹം ഈ ബ്രിട്ടീഷുകാർക്ക് അവർ സൃഷ്ടിച്ച കൽക്കട്ട എന്ന ആ തുറമുഖ നഗരത്തിൽ സമ്പൂർണ്ണ അധികാരം കൊടുത്തു. കൽക്കട്ട തുറമുഖത്തിലൂടെ കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങൾക്കും ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്കും നികുതി വേണ്ട, ഇംഗ്ലീഷുകാർ കൊണ്ടുപോകുന്ന സാധനങ്ങൾക്ക് നികുതി വേണ്ട എന്ന ഒരു നിബന്ധന ഇംഗ്ലീഷുകാര് ഫറൂഖ് സിയാറിനെ കൊണ്ട് എന്ത് ചെയ്തു? അംഗീകരിപ്പിച്ചു. അതിനെയാണ് പറയുന്നത് 1717 റോയൽ ഫർമൻ. ഫെയർമാൻ അല്ല, റോയൽ ഫർമൻ എന്ന് പറയും. അതായത് രാജകീയ വിളംബര പത്രം എന്ന് പറയുന്ന നമ്മുടെ മാഗ്ന കാർട്ട പോലുള്ള ഒരു സാധനമാണ് 1717 എന്തിനു വേണ്ടിയായിരുന്നു? ഫ്രീ ട്രേഡ്. ഫ്രീ ട്രേഡ് എവിടെയാണ്? കൽക്കട്ട പോർട്ടിലൂടെയാണ്. ആരുടെ സാധനങ്ങൾക്ക് മാത്രം? ഇംഗ്ലീഷുകാരുടെ സാധനങ്ങൾക്ക് മാത്രമാണ് ഇത് അനുവദിച്ചിട്ടുള്ളത്. ഈ ഫറൂഖ് സിയാർ, നമ്മൾ ഓർക്കുക, 1707 നമ്മുടെ ഔറംഗസേബ് മരണമടയുന്നുണ്ട്. ഔറംഗസേബ് മരണമടഞ്ഞു കഴിഞ്ഞ് 1717 അധികാരത്തിലെത്തിയത് അദ്ദേഹത്തിന്റെ മകനാണ്. 67 വയസ്സ് അന്നുണ്ടായിരുന്ന ബഹദൂർ ഷായാണ്. ഔറംഗസേബ് 90 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ഔറംഗസേബ് മരണമടയുന്നത്. മക്കൾ വരെ അദ്ദേഹം പേടിച്ച്, അല്ലെങ്കിൽ മക്കൾക്ക് വരെ പേടിയായിരുന്നു. കാര്യം രാജാവാകാൻ വേണ്ടിയിട്ട് തന്റെ സഹോദരങ്ങളായിട്ടുള്ള താര, ഷുജ, മുറാദ് എന്നിവരെന്ത് ചെയ്തു? തട്ടിക്കളഞ്ഞയാളാണ്. എന്നാൽ പിതാവിന് എന്ത് ചെയ്തു? തടങ്കലിലുമാക്കിയ ആളാണ്. അങ്ങനെ അധികാരം പിടിച്ചെടുത്ത ആളാണ് ഔറംഗസേബ്. ഈ ഔറംഗസേബിന് ഒരു ഭയമുണ്ട്, മക്കളെങ്ങാനും എന്നെ അട്ടിമറിച്ച് അധികാരം പിടിച്ചെടുത്താലോ. അതുകൊണ്ട് മക്കൾ എന്താണ്? നാട് കടത്തുന്നത് പോലെ രാജ്യത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ ഒരു ചെറിയ പ്രവേശം കൊടുത്തിട്ട് അവിടുത്തെ ഭരണമാണ് ഏൽപ്പിച്ചിരുന്നത്. ഇതാണ് മുഗൾസിന്റെ പാരമ്പര്യം എന്ന് പറയുന്നത്. എന്നാൽ ഇങ്ങനെ പാരമ്പര്യമെന്ന് അടച്ചാക്ഷേപിക്കാൻ വരട്ടെ, ഈ മുഗൾ സാമ്രാജ്യത്തിലെ അക്ബറിന്റെ അച്ഛനായിരുന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിന്റെ പേരെന്നറിയാമോ? നമ്മൾ ഹുമയൂൺ എന്ന് പറയും. ഹുമയൂൺ എന്നുള്ള പദത്തിന് ഉറുദു ഭാഷയിലോ മറ്റോ അർത്ഥം എന്ന് പറയുന്നത്, അതോ പേർഷ്യൻ ഭാഷയിലോ മറ്റോ ഭാഗ്യവാൻ എന്നാണ്, ദ ഫോർച്ചുനേറ്റ് എന്നാ പറയുന്നത്. പക്ഷെ ഇദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്നത് ദ
അൺഫോർച്ചുനേറ്റ് ഫോർച്ചുനേറ്റ് എന്നായിരുന്നു. അതായത് നിർഭാഗ്യവാനായ ഭാഗ്യവാൻ എന്നാണ് ഹുമയൂൺ അറിയപ്പെട്ടിരുന്ന. കാര്യം അദ്ദേഹം ചെയ്ത ആ കാര്യങ്ങളൊന്നും തന്നെ അദ്ദേഹത്തിന് പ്രയോജനം ചെയ്തില്ല. അദ്ദേഹത്തിന്റെ പിതാവായ ബാബർ 1526 പാനിപ്പട്ട് എന്ന ഒരു യുദ്ധത്തിലൂടെ ഇന്ത്യയിൽ മുഗൾ സാമ്രാജ്യം സ്ഥാപിച്ചു. പിന്നീട് ബാറ്റിൽ ഓഫ് ഖണ്വ, ബാറ്റിൽ ഓഫ് ചന്ദേരി എന്നീ യുദ്ധങ്ങളിലൂടെ, ബാറ്റിൽ ഓഫ് ഖഗറ എന്നീ യുദ്ധങ്ങളിലൂടെ മുഗൾ സാമ്രാജ്യം ഇവിടെ ഉറപ്പിച്ചു നിർത്തിയിട്ട് അധികാരം സ്വന്തം മകനായ ഹുമയൂണിനെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. അപ്പൊ ഹുമയൂൺ അധികാരം ഏറ്റെടുത്തു കഴിഞ്ഞപ്പോൾ ചെയ്ത കാര്യമെന്ന് വെച്ചാൽ എന്നറിയാവോ? അച്ഛന്റെ പാരമ്പര്യം ഇവിടെ പിന്തുടരണമെന്നുണ്ടെങ്കിൽ മക്കൾ വേണം. അതുകൊണ്ട് അച്ഛനിൽ നിന്ന് കിട്ടിയ സാമ്രാജ്യത്തെ അദ്ദേഹം എന്ത് ചെയ്തു? വിഭജിച്ചത് കമ്രാൻ എന്നും ഹിൻഡാൽ എന്നും അസ്കാരി എന്നും പറയുന്ന അദ്ദേഹത്തിന്റെ സഹോദരങ്ങൾക്കിടയിലായിട്ടാണ്. അങ്ങനെ സാമ്രാജ്യത്തെ 4 വിഭജിച്ച് കമ്രാൻ, ഹിൻഡാൽ, അസ്കാരി എന്നീ സഹോദരങ്ങൾക്ക് കൊടുത്ത ഒരേ ഒരു മുഗൾ രാജാവ് എന്ന് പറയുന്നത് ഹുമയൂൺ മാത്രമാണ്. ഈ ഹുമയൂണിന്റെ മകന്റെ മകനായ ജഹാംഗീർ, അല്ലെ? ജഹാംഗീർ വലിയ കുഴപ്പമില്ലാത്ത മനുഷ്യനായിരുന്നു. അതിനുശേഷം ജഹാംഗീറിന്റെ മകന്റെ മകനാണ് ആര്? ഔറംഗസേബ്. ഔറംഗസേബാണ് സ്വന്തം സഹോദരങ്ങളായിട്ടുള്ള ദാര, ഷൂജ, മുറാദ് എന്നിവർ എന്ത് ചെയ്തത്? വധിച്ചു കളഞ്ഞിട്ട് സ്വന്തം പിതാവിനെ ഒരു ജയിലറയ്ക്കുള്ളിലാക്കി അദ്ദേഹത്തിനെ കാണാനായിട്ട് താജ്മഹലിലേക്ക് തുറക്കുന്ന ഒരു കിളിവാതിലുമൊക്കെ വെച്ച് 2-3 വർഷക്കാലത്തോളം അദ്ദേഹത്തെ തടങ്കലിൽ പാർപ്പിച്ച ആളാണ് ഔറംഗസേബ്. ആ ഔറംഗസേബ് മരിച്ചു കഴിഞ്ഞപ്പോൾ എന്താണ്, മുഗൾ സാമ്രാജ്യത്തിൽ പവർഫുൾ ആയിട്ടുള്ള ഒരാളിനെ എടുത്ത് കാണിക്കാനില്ല. അങ്ങനെയാണ് 67 വയസ്സുകാരനായിട്ടുള്ള ഈ ബഹദൂർ ഷാ ഒന്നാമൻ വരുന്നത്. 5 കൊല്ലം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരണപ്പെട്ടു. പിന്നീട് വരുന്നത് അദ്ദേഹത്തിന്റെ പിൻഗാമിയായിട്ട് വരുന്ന ആളാണ് ജഹന്തർ ഷാ എന്ന് പറയും. ജഹന്തർ ഷായും വലിയ കഴിവില്ലാത്ത ഒരാളായിരുന്നുകൊണ്ട് ജഹന്തർ ഷാനെ അദ്ദേഹത്തിന്റെ മന്ത്രിമാര് അട്ടിമറിച്ചു. ആ മന്ത്രിമാര് കൊണ്ടുവന്നയാളാണ് ഫറൂഖ് സിയാർ എന്ന് പറയും. കുറച്ചു കഴിഞ്ഞപ്പോൾ ഫറൂഖ് സിയാർ എന്ത് ചെയ്തു? 10 ദിവസം പവറില്ലാത്ത മനുഷ്യനല്ലേ, മന്ത്രിമാരാണ് അവിടെ കിടന്ന് വിളയുന്നത്. കാര്യം മന്ത്രി അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പവർഫുൾ, നമ്മൾ കഴിഞ്ഞ ജാഗീർദാരൊക്കെ പഠിച്ചത് ഓർമ്മ വരികയാണെങ്കിൽ കിട്ടും. ഒരു ജാഗീർ കിട്ടുന്ന ആള് 10 സവർ ഇങ്ങനെ കുറെ കുതിരക്കാരെയും കുറെ കുതിരകളെയും സൈന്യത്തെയും എല്ലാം സൂക്ഷിക്കും. രാജാവിന് ആവശ്യം വരുമ്പോൾ കൊടുക്കും. അങ്ങനെ രാജാവിന് ആവശ്യം വരുമ്പം ഈ സൈന്യത്തെ അയച്ചു കൊടുക്കുന്ന സമ്പന്നന്മാരായ ആളുകൾ രാജാവിനെ നിയന്ത്രിക്കാൻ തുടങ്ങിയതോടുകൂടി മുഗൾ സാമ്രാജ്യം ശിഥിലമായി പോയി. ആ കാലഘട്ടത്തിലാണ് ഈ ഫറൂഖ് സിയാർ ബ്രിട്ടീഷുകാർക്ക് ഫ്രീ ട്രേഡ് എന്നൊരു ഫർമൻ അനുവദിച്ചു കൊടുക്കുന്നത്. ഈ ഫ്രീ ട്രേഡിനുള്ള റൈറ്റ് കിട്ടിയ ബ്രിട്ടീഷുകാർ എന്താ ചെയ്തെന്നറിയാമോ? അവര് അവിടെ സൗജന്യമായിട്ട് സാധനങ്ങൾ കൊണ്ടുപോകും, സൗജന്യമായിട്ട് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യും. എന്നിട്ട് ഇവര് പറയും, എന്റെ സാധനമാണെന്നും പറഞ്ഞ് ഇന്ത്യയിൽ നിന്നും കൊണ്ടുപോയാല് ഇവിടെ ഒരാളും നികുതി അടയ്ക്കേണ്ടതില്ല. അപ്പൊ ഇന്ത്യക്കാരായ കച്ചവടക്കാർക്ക് എനിക്കിപ്പോൾ ഒരു സാധനം ലണ്ടനിലേക്കോ മറ്റേതെങ്കിലും രാജ്യത്തേക്കോ കൽക്കട്ട തുറമുഖം വഴി കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു 1000 രൂപ നികുതി അടയ്ക്കണം. ഈ ബ്രിട്ടീഷുകാരൻ പറയും, 1000 ഒന്നും കൊടുക്കണ്ട, ഒരു 500 രൂപ എനിക്ക് തന്നു കഴിഞ്ഞാൽ എന്റെ സാധനമാണെന്ന് പറഞ്ഞ് ഞാനത് നിങ്ങൾക്ക് സ്ഥലത്ത് എത്തിച്ചേരാൻ പറയും. അപ്പോൾ അത് സംഭവിച്ചു. കൽക്കട്ട തുറമുഖത്തിലൂടെ കടത്തിക്കൊണ്ടുപോയിരുന്ന ഇന്ത്യക്കാരുടെ സാധനങ്ങള്, നികുതി കൃത്യമായി അടയ്ക്കപ്പെട്ടുകൊണ്ടിരുന്ന സാധനങ്ങള്, ആ സാധനങ്ങള് ബ്രിട്ടീഷുകാരുടെ തന്ന രീതിയിൽ ഇവിടുന്ന് കൊണ്ടുപോകാൻ തുടങ്ങിയപ്പോൾ രാജ്യത്തിന്റെ വരുമാനം നഷ്ടപ്പെട്ടു. തിരിച്ച് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളും ഇതേപോലെ തന്നെ ഇറക്കുമതി ചുങ്കമില്ലല്ലോ ബ്രിട്ടീഷുകാരുടേതാണെന്ന് വന്നു കഴിഞ്ഞാൽ. അങ്ങനെ ഈ ഒരു വ്യാപാരത്തിലൂടെ കൽക്കട്ട തുറമുഖത്തിലൂടെ വളർന്നുപോയത് ബ്രിട്ടീഷുകാരാണ്. ഈ കാലഘട്ടത്തിൽ രാജാക്കന്മാർക്ക് അവരുടെ അധികാരം നിലനിർത്തണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബ്രിട്ടീഷുകാരെ ഇവർക്ക് കൊണ്ടുപോയി എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങൾ കൊണ്ട് കൊടുക്കും. ലണ്ടനിൽ നിന്നുള്ള വലിയ വലിയ ഗിഫ്റ്റുകൾ കൊടുക്കും. ഈ ഗിഫ്റ്റുകൾ കിട്ടുമ്പോൾ രാജാക്കന്മാർ എന്ത് ചെയ്യുന്നു? സുഖിക്കും. ബ്രിട്ടീഷുകാരോട് എതിർപ്പിന് പോകത്തില്ല. എന്നാൽ ഈ കൽക്കട്ട കേന്ദ്രമാക്കി ഭരണം നടത്താനായിട്ട് ഗവർണർമാർ എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരെയൊക്കെ നിയോഗിച്ചിട്ടുണ്ട്. കൽക്കട്ട എന്ന് പറയുന്നത് ബംഗാളാണ്, ബംഗാളിന് ഗവർണറുണ്ട്. അവധ് എന്ന് പറഞ്ഞ പ്രദേശമുണ്ട്, അവിടെ ഗവർണറുണ്ട്. ഹൈദരാബാദ് എന്ന് പറയുന്ന പ്രദേശമുണ്ട്, ഇവിടെ ഗവർണറുണ്ട്. ഇങ്ങനെ പല പ്രദേശങ്ങളുണ്ട്. അപ്പൊ ഇങ്ങനെ പല പ്രദേശങ്ങളുണ്ട്. അവിടെ നിന്നൊക്കെ എന്ത് ചെയ്യണം? നികുതി പിരിക്കണം. ഈ രാജാവിന് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള ആൾക്കാരെന്ന് പറയാൻ നേരത്ത് അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രിയൊക്കെ ഇട്ടിരിക്കുന്ന ആൾക്കാരൊക്കെയാണ്. കാരണം പ്രധാനമന്ത്രിയാണ് രാജാവിനെ നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദൂരെയുള്ള പ്രവിശ്യകളുടെ മേലുള്ള നിയന്ത്രണം രാജാവിനെ പതുക്കെ പതുക്കെ നഷ്ടപ്പെടുന്നു. ദൂരെയുള്ള പ്രവിശ്യകളിലേക്ക് നിയമിക്കപ്പെടുന്ന ഗവർണർമാർ തലസ്ഥാനത്ത് നിന്നും ഒഴിവാക്കപ്പെട്ട ആൾക്കാരാണ്. അവരെ ദൂരസ്ഥലങ്ങളിലേക്ക് നിയമിച്ചു കഴിയാൻ നേരത്ത് തലസ്ഥാനത്ത് അവരുടെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവരുടെ എതിരാളികളായിട്ടുള്ള വലിയ ആൾക്കാരെ അവരെ പണിഷ്മെന്റ് ട്രാൻസ്ഫർ കൊടുത്താൽ വിടും. നമ്മളിപ്പോ കണ്ടിട്ടില്ലേ, എറണാകുളത്തുള്ള ഒരു ഉദ്യോഗസ്ഥനെ പിടിച്ച് കാസർഗോട്ടേക്ക് സ്ഥലം മാറ്റും, കാസർഗോട്ടുള്ള കളക്ടറിനെ പിടിച്ച്
എങ്ങോട്ടേക്ക് മാറ്റും? ഇടുക്കിയിലേക്ക് മാറ്റും. അങ്ങനെ സ്ഥലം മാറ്റി കളിക്കുന്ന പോലെ ഈ ഗവർണർമാർ എന്ത് ചെയ്യണം? പല സ്ഥലങ്ങളിലേക്ക് മാറ്റാൻ തുടങ്ങി. അപ്പൊ ഇത്തരത്തില് ഈ ഹൈദരാബാദ് എന്ന് പറഞ്ഞ മേഖല, ഡെക്കാൻ എന്ന് പറഞ്ഞൊരു മേഖലയാണ്. ഈ ഡെക്കാൻ എന്ന് പറഞ്ഞ മേഖലയിലേക്ക് ഒരു ഗവർണറിനെ അവർ പറഞ്ഞയച്ചു. ആ ഗവർണറുടെ പേരായിരുന്നു ചിൻ കുലീജ് ഖാൻ എന്ന് പറയും. ചിൻ കുലീജ് ഖാൻ. ഈ ചിൻ കുലീജ് ഖാൻ കുറച്ചു കഴിഞ്ഞപ്പോൾ എന്തായി? അദ്ദേഹത്തിന് മനസ്സിലായി എന്നെ ഡൽഹിയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, എന്നെ പ്രധാനമന്ത്രിയാകുന്നതിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവിടെയുള്ള മന്ത്രിമാര് കളിച്ച കളിയാണ്. അതുകൊണ്ട് ഞാൻ തൽക്കാലം ഡൽഹിയിലേക്ക് പോകുന്നില്ല. ഇപ്പൊ എന്നെ ഹൈദരാബാദിലേക്കല്ല അയച്ചത്. ഈ ഹൈദരാബാദിലേക്ക് ഇനി അവര് വരാനായിട്ട് പോകുന്നില്ല. ഈ ഹൈദരാബാദ് ഞാൻ അങ്ങ് വളച്ചു കെട്ടി എന്റെ പ്രദേശമാക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഹൈദരാബാദ് എന്നുള്ള മേഖല ഡെക്കാണിലേക്ക് വിട്ട ചാർജുകാരനായ ഗവർണർ ചിൻ കുലീജ് ഖാൻ വളച്ചു കെട്ടി സ്വന്തമാക്കിയെടുത്തു 1724. എന്നിട്ട് അതിന് ഹൈദരാബാദ് എന്നൊരു പേരും കൊടുത്തു. ആ രാജ്യം ഭരിക്കുന്ന നൈസാമാണ് ഞാൻ എന്ന് അദ്ദേഹം സ്വയം പ്രഖ്യാപിക്കുകയും ചെയ്തു. അങ്ങനെ ഹൈദരാബാദ് നൈസാം എന്ന പേരിൽ ഒരു പുതിയ സാമ്രാജ്യം വരികയാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോഴും ഒരു ബ്രിട്ടീഷുകാരോട് കൂറു പുലർത്തിയ ആൾക്കാരാണ്. അതാണ് പ്രത്യേകത. ഹൈദരാബാദ് നൈസാം ബ്രിട്ടീഷുകാരോട് കൂറു പുലർത്തിയ ആളാണ്. ഇത് കണ്ടപ്പോഴാണ് ചില ആളുകൾക്ക് മറ്റൊരു തോന്നലുണ്ടായത്. അത് അവധ് എന്ന പ്രദേശത്തുള്ള ഒരു ഭരണാധികാരി, അദ്ദേഹത്തിന്റെ പേര് സാദത്ത് ഖാൻ എന്നായിരുന്നു. സാദത്ത് ഖാൻ. ഈ സാദത്ത് ഖാനെ തീരുമാനിച്ചു എന്താണ്? സ്വന്തമായിട്ട് ഒരു പ്രദേശം വളച്ചെടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം നമ്മുടെ ഉത്തർപ്രദേശ് എന്ന പ്രദേശം വളച്ചു കെട്ടിയെടുത്തു. അത് അന്നറിയപ്പെടുന്ന ഒരു അവധ് എന്നായിരുന്നു. അവധ്. ഇത് കണ്ടപ്പോഴാണ് ഈ 1721-24 കാലഘട്ടങ്ങളിലാണ് ബംഗാളിലെ ഗവർണറായിട്ട് നിയോഗിക്കപ്പെട്ടിരുന്ന മൂർഷിദ് കുലി ഖാൻ തീരുമാനിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ ഈ ബംഗാള് ഞാനും അങ്ങോട്ട് പിടിച്ചെടുത്തേക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ബംഗാൾ മൂർഷിദ് കുലി ഖാൻ പിടിച്ചെടുത്തിട്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്? ബംഗാളിലെ നവാബ് എന്ന പേരിൽ അദ്ദേഹം സ്വയം ഭരണം അങ്ങോട്ട് പ്രഖ്യാപിക്കുകയാണ്. പക്ഷെ ഇവരാരും മുഗൾ ചക്രവർത്തിയെ തള്ളി പറഞ്ഞിരുന്നില്ല. കാര്യം മുഗൾ ചക്രവർത്തി ഇന്ത്യയുടെ ചക്രവർത്തിയാണ്. ചക്രവർത്തിയുടെ ശ്രദ്ധ ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടി ചക്രവർത്തിക്ക് കൊടുക്കേണ്ടതൊക്കെ കൊടുത്തിട്ട് ഇവന്മാര് സ്വതന്ത്രമായൊരു ഭരണം ഇവിടെ അങ്ങോട്ട് ആരംഭിച്ചു. ചക്രവർത്തി നോക്കുമ്പോഴും അവന്മാരോട് ഭരിച്ചോട്ടെ, കിട്ടാനുള്ളത് കിട്ടുന്നുണ്ടല്ലോ, കുഴപ്പമില്ല. ഈ സന്ദർഭത്തിലാണ് കൽക്കട്ട പോർട്ട് എന്ന് പറഞ്ഞ പോർട്ടിന്റെ വരുമാന സാധ്യതകളെ പറ്റിയിട്ട് നമ്മുടെ അലിവർദി ഖാനെ, അലിവർദിയല്ല, നമ്മുടെ മൂർഷിദ് കുലി ഖാനെ ചില ചിന്തകൾ ഉണ്ടാവുന്നത്. അദ്ദേഹം നോക്കാൻ നേരത്ത് ഇന്ത്യക്കാരുടെ സാധനങ്ങൾ ഈ പോർട്ടിലൂടെ പോകുന്നുണ്ട്, ഇന്ത്യക്കാരെ ബ്രിട്ടീഷുകാരെ നന്നായിട്ട് പിഴിയുന്നുണ്ട്. അങ്ങനെ ഒരു ചിന്ത ഇവർക്ക് വന്നപ്പോൾ ഇവരെന്ത് ചെയ്യാൻ തുടങ്ങി? ആ പോർട്ടിനെ സൂക്ഷ്മമായിട്ടൊന്ന് നിരീക്ഷിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ഒബ്സർവേഷൻ നടത്തിയപ്പോൾ മനസ്സിലായി കിട്ടിയ ഫർമൻ എന്ന് പറയുന്നത് ഈ ബ്രിട്ടീഷുകാരെ മിസ്യൂസ് ചെയ്യുന്നു എന്ന് ബോധ്യപ്പെട്ടു. മിസ്യൂസ് ചെയ്യുന്നു എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അവരെന്ത് ചെയ്തു? അവർ പതുക്കെ അവിടെ നിയന്ത്രണം ഏർപ്പെടുത്താൻ തീരുമാനിച്ചു. അങ്ങനെ ബ്രിട്ടീഷുകാരും ഇന്ത്യക്കാരും ഈ നവാബും തമ്മിൽ എന്തായി? ചെറിയ ചെറിയ ഉരസലുകൾ ഉണ്ടായി. അതിന്റെ ആദ്യ ഘട്ടമെന്ന നിലയിൽ ഇവര് ചെയ്ത പരിപാടി വെച്ചാൽ ഈ ഇന്ത്യക്കാർക്ക് ബ്രിട്ടീഷുകാർ കാശുണ്ടാക്കി കൊണ്ടുപോകുന്നില്ല, അത് പൊളിക്കാൻ വേണ്ടിയിട്ട് ഇവര് ചെയ്ത പരിപാടി ഈ ബ്രിട്ടീഷുകാർക്ക് മാത്രമല്ല ഇന്ത്യക്കാർക്ക് സൗജന്യമായിട്ട് കൽക്കട്ട തുറമുഖം വഴി വ്യാപാരം ചെയ്യാനായിട്ടുള്ള അനുവാദം കൊടുത്തു. ഫർമൻ, ഫ്രീ ട്രേഡിനുള്ള ഫർമൻ ബ്രിട്ടീഷുകാർക്ക് മാത്രം ഉണ്ടായിരുന്നത് മൂർഷിദ് കുലി ഖാൻ എന്ത് ചെയ്തു? ഈ പറയുന്ന ഇന്ത്യക്കാർക്ക് കൂടി സൗജന്യമാക്കാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? മൂർഷിദ് കുലി ഖാൻ പറയുന്ന സാഷ്ടാംഗം എന്നിട്ട് പറഞ്ഞു, അങ്ങനെ ചെയ്യല്ലേ, ഞങ്ങൾ നിങ്ങൾക്ക് കപ്പമെല്ലാം തന്ന് നിങ്ങളെ അംഗീകരിച്ച് വരുതിയിൽ നിന്നോളാം എന്ന് പറഞ്ഞു. അങ്ങനെ മൂർഷിദ് കുലി ഖാൻ പറഞ്ഞനുസരിച്ച് ബ്രിട്ടീഷുകാരെ ആ കിട്ടുന്നതിൽ ഒരു ഓഹരി ഈ രാജാക്കന്മാർ കൊടുത്ത് അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോയതാണ്. പക്ഷെ എന്ത് സംഭവിച്ചു? ഈ പറയുന്ന 1740-കളിൽ ആരംഭിച്ച ആ ആംഗ്ലോ ഫ്രഞ്ച് വാർ ഉണ്ടല്ലോ, ആ ആംഗ്ലോ ഫ്രഞ്ച് വാർ ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ മൊത്തത്തിൽ ഈ പണി വീണ്ടും പാളി. കാര്യം എന്താ? അവരുടെ സ്ഥാനം സംരക്ഷിക്കാൻ വേണ്ടി ഇവര് തമ്മിൽ കോട്ട കെട്ടി മുളയ്ക്കാൻ തുടങ്ങി. ആ കോട്ട കെട്ടി മുളയ്ക്കുന്നത് നമ്മുടെ ഈ മൂർഷിദ് കുലി ഖാന്റെ മരണശേഷമായിരുന്നു. മൂർഷിദ് കുലി ഖാന്റെ മരണശേഷം വന്നയാളാണ് അലിവർദി ഖാൻ എന്ന് പറയുന്നത്. ഈ അലിവർദി ഖാൻ അത്രയ്ക്ക് കേപ്പബിൾ ഒന്നും ആയിരുന്നില്ല. പുള്ളി എന്ത് ചെയ്തു? പുള്ളിയൊന്നും കാര്യമായ രീതിയിൽ ചേർത്ത് നിൽക്കാനോ ആ ഇംഗ്ലീഷുകാരെ തടസ്സപ്പെടുത്താനോ ഒന്നും നോക്കിയില്ല. അതിന്റെ പരിണതഫലമായിട്ട് ഇവര് ഈ കൽക്കട്ടയുടെ മണ്ണിൽ കിടന്ന് ഒന്നാമത്തെ ആംഗ്ലോ ഫ്രഞ്ച് വാർ നടത്തി, രണ്ടാമത്തെ ആംഗ്ലോ ഫ്രഞ്ച് വാർ നടത്തി. ഈ രണ്ടാമത്തെ ഒന്നാമത്തെ ആംഗ്ലോ ഫ്രഞ്ച് വാർ നടത്തിയപ്പോൾ ചോദിക്കാനായിട്ട് വീട്ടുകാരൻ വരാഞ്ഞതുകൊണ്ട് ഇവരെന്ത് ചെയ്തു? ഈ കുടിയടപ്പ് അവകാശം കിട്ടിയവര് വളച്ചു കെട്ടി എടുക്കുന്ന പോലെ ഇവരവിടെ വളച്ചു കെട്ടി ദില്ലിച്ചിങ്ങനെ നിൽക്കുന്ന സമയത്താണ് അലിവർദി ഖാൻ മരണമടയുന്നതും പകരം നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന മൂർഷിദ് കുലി ഖാന്റെ കൊച്ചുമകനായിട്ടുള്ള അലിവർദി ഖാന്റെ മകനായിട്ടുള്ള താരതമ്യേന ചെറുപ്പക്കാരനായിട്ടുള്ള സിറാജ് ഉദ് ദൗള ബംഗാളിന്റെ നവാബായിട്ട് വരുന്നത്. ബംഗാളിന്റെ നവാബായിട്ട് വന്ന ഇദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം പതുക്കെ ബ്രിട്ടീഷുകാരെയും ഫ്രഞ്ചുകാരെയും നിയന്ത്രിക്കാൻ ചില ശ്രമങ്ങളൊക്കെ ആരംഭിച്ചു. ആ ശ്രമങ്ങൾ വിജയം കണ്ടു. അതിന്റെ ഭാഗമായിട്ടാണ് കോട്ട പൊളിക്കാനായിട്ട് പറഞ്ഞത്. ആരോട്? ഇംഗ്ലീഷുകാരോടും ഫ്രഞ്ചുകാരോടും.
ഈ ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും കോട്ട പൊളിക്കാമെന്ന് പറഞ്ഞു. കോട്ട പൊളിച്ചത് പക്ഷേ ഫ്രഞ്ചുകാരാണ്, ഇംഗ്ലീഷുകാർ കോട്ട പൊളിച്ചില്ല. അത് സിറാജിനൊരു ക്ഷീണമായി. ഞാൻ രാജാവായിരിക്കുമ്പോൾ എന്റെ ഉത്തരവ് ലംഘിക്കാൻ മാത്രം ഈ ബ്രിട്ടീഷുകാർ വളർന്നു എന്നൊരു ചിന്ത നമ്മുടെ സിറാജിനുണ്ടായി. സിറാജ് എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ സൈന്യത്തെ നേരെ ഈ കൽക്കട്ടയിലേക്ക് പറഞ്ഞയച്ചു. കൽക്കട്ടയിലെത്തിയ സൈന്യം ബ്രിട്ടീഷുകാരുടെ മുഴുവൻ പ്രദേശങ്ങളും പിടിച്ചെടുത്തു. കൽക്കട്ട നഗരം തന്നെ അവർ എന്ത് ചെയ്തു? പിടിച്ചെടുത്തു. 133 വരുന്ന ബ്രിട്ടീഷുകാരെ എന്ത് ചെയ്തു? തടങ്കലിലാക്കി. തടങ്കലിലാക്കിയിട്ട് കഷ്ടിച്ച് ഒരാൾക്ക് മാത്രം നിൽക്കാൻ പറ്റുന്ന വിസ്താരമുള്ള ഇടുങ്ങിയ ജയിലറകളിൽ ആൾക്കാരെ നിരത്തി ഇങ്ങനെ ക്യൂ നിർത്തി, തിരിയാനും അറിയാനും പറ്റാത്ത രീതിയിലുള്ള അത്തരത്തിലുള്ള ഇടുങ്ങിയ ജയിലറകളുണ്ട്. അത്തരത്തിലുള്ള ഇടുങ്ങിയ വിടവുകളുള്ള ജയിലറകളിൽ ഈ ബ്രിട്ടീഷുകാരെ പിടിച്ച് അദ്ദേഹം അടച്ചിട്ടു. ഈ ബ്രിട്ടീഷുകാർ ഇരുട്ടറകളിൽ കിടന്ന് ശ്വാസം മുട്ടി മരണപ്പെട്ടുപോയി. നമ്മുടെ ആ ഒരു വാഗൻ ട്രാജഡിയില്ലേ, വണ്ടിയുടെ അകത്ത് ശ്വാസം മുട്ടി ആളുകൾ മരിച്ചുപോയ സുമിത് സർക്കാർ എന്ന വിശ്വപ്രസിദ്ധ ചരിത്രകാരൻ അതിനെ വിശേഷിപ്പിച്ചത് ദ ബ്ലാക്ക് ഹോൾ ട്രാജഡി ഓഫ് പോത്തന്നൂർ എന്നാണ് വിശേഷിപ്പിച്ചത്. ബ്ലാക്ക് ഹോൾ ട്രാജഡി അത് വാഗൻ ട്രാജഡിയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ബ്ലാക്ക് ഹോൾ ട്രാജഡി എന്നാണ് നമ്മൾ പലരും വിശ്വസിക്കുന്നത്. എന്നാൽ അതിന് ഒരുപാട് കാലം മുൻപ്, ഏകദേശം കൃത്യമായി പറഞ്ഞാല് ഇത് 1756 ഇത് 1921 അല്ല 180 വർഷങ്ങൾക്കൊക്കെ മുൻപ് ഒരു ബ്ലാക്ക് ഹോൾ ട്രാജഡി ചരിത്രത്തിൽ പിടിച്ചു വെച്ചിട്ടുണ്ട്. അത് കൽക്കട്ടയിലാണ് നടത്തപ്പെട്ടത്. അതിനിരയായത് ബ്രിട്ടീഷുകാരായിട്ടുള്ള സൈനികരാണ്. ആ ബ്ലാക്ക് ഹോൾ ട്രാജഡിക്ക് നേതൃത്വം കൊടുത്തത് സിറാജ് ഉദ് ദൗള എന്ന ബംഗാളിലെ നവാബായിരുന്നു. അപ്പോൾ ഈ കൽക്കട്ട തുറമുഖവും കംപ്ലീറ്റ് ആയിട്ട് പിടിച്ചെടുത്തു. എന്നിട്ട് കൽക്കട്ട തുറമുഖത്തിന്റെ പേരും സിറാജ് മാറ്റി. അദ്ദേഹം മാറ്റിയ പേരെന്നോ അറിയാവോ? കൽക്കട്ട തുറമുഖത്തിന്റെ പേര് സിറാജ് മാറ്റി. എന്താണ് വെച്ചെന്നറിയാവോ? കൽക്കട്ട തുറമുഖത്തിന്റെ പേര് എന്ത് പേരാണ് കൊടുത്തെന്നറിയാവോ? തുറമുഖമല്ല, കൽക്കട്ട പ്രദേശം മൊത്തം. അറിയോ? അലി നഗർ എന്ന് പറഞ്ഞൊരു പേരാ കൊടുത്തത്. അലി നഗർ. അങ്ങനെ അലി നഗർ എന്ന് കൽക്കട്ട നഗരത്തിന്റെ പേര് മാറ്റി കൽക്കട്ട പിടിച്ചെടുത്ത് വിജയശ്രീലാളിതനായിട്ട് ആര് നിൽക്കുകയാണ്? ഈ പറയുന്ന സിറാജ് നിൽക്കുന്ന സന്ദർഭത്തിലാണ് രണ്ടാമത്തെ ആംഗ്ലോ ഫ്രഞ്ച് വാർ മദ്രാസിൽ ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായിട്ട് തിരിയുന്നത്. അതോടുകൂടി ഈ ബ്രിട്ടീഷുകാര് അവിടെ വിജയം കൈവരിച്ച അതേ സ്ട്രാറ്റജി കൽക്കട്ടയിൽ നടപ്പിലാക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അവിടെ നിന്നൊരു സൈനിക കപ്പൽ നിറയെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എത്രത്തോളം പടയാളികൾ? 2000-ഓളം പടയാളികളുമായിട്ട് നഷ്ടപ്പെട്ടു പോയ കൽക്കട്ട നഗരം തിരിച്ചു പിടിക്കുവാനായിട്ട് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു ക്ലർക്ക്, അദ്ദേഹത്തിന്റെ പേരാണ് റോബർട്ട്. ആ റോബർട്ട് ക്ലൈവ് കൽക്കട്ട എന്ന നഗരത്തിലേക്ക് വരികയാണ്. കൽക്കട്ട നഗരത്തിൽ എത്തിയ അദ്ദേഹം നഗരത്തിൽ വന്നില്ല, പകരം അതിന് സമീപത്തുള്ള ഒരു ദ്വീപിലാണ് ഇറങ്ങിയത്. അവിടെ ഇംഗ്ലീഷ് ട്രൂപ്പുകളുണ്ട്. ആ ട്രൂപ്പുകൾക്ക് ആത്മവിശ്വാസം കൊടുത്തു. അതിനുശേഷം അദ്ദേഹം ചെയ്ത പരിപാടി എന്ന് പറയുന്നത് അവിടെയുള്ള പ്രധാനപ്പെട്ട പണമിടപാടുകാരെ സ്വന്തം നിരയിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതായിരുന്നു. മണിക്ചന്ദ്, ഒമിചന്ദ്, ജഗത് സേത്ത്, ഈ 3 പണമിടപാടുകാർ, അതായത് നമ്മൾ വട്ടിപ്പലിശക്കാർ, മാർവാടി ബിസിനസ്സുകാർ എന്നൊക്കെ പറയുന്ന ആൾക്കാരല്ലേ, ജഗത് സേത്ത്, മണിക്ചന്ദ്, ഒമിചന്ദ്, ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാരെ എന്ത് ചെയ്തു? കയ്യിലെടുത്തു. അവർക്ക് പണം കൂടുതൽ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഈ പ്രമാണിമാര് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കാമെന്ന് പറഞ്ഞു. മാത്രമല്ല ഈ 3 പേരും കൂടി എന്ത് ചെയ്തു? സിറാജ് ദൗളയുടെ പ്രധാനപ്പെട്ട ഒരു മന്ത്രിയുണ്ട്, പടത്തലവനുണ്ട്, പ്രധാനമന്ത്രി എന്ന് പറയുന്ന ആളുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് മിർ ജാഫർ എന്ന് പറയും. മിർ ജാഫർ. ഈ മിർ ജാഫർ ആണ് വസീർ എന്ന പേരിലിരിക്കുന്നത്, അല്ലെങ്കിൽ മിർബക്ഷി, പ്രധാനപ്പെട്ട സേനാ നായകനെ കേട്ടിരിക്കുന്നത് ഈ പറയുന്ന മിർ ജാഫർ ആണ്. ഈ മിർ ജാഫറിനൊരു മരുമകനുണ്ട്. മരുമകന്റെ പേരാണ് മീരാൻ എന്ന് പറയും. മീരാൻ. മിർ ജാഫറും മീരാനും രഹസ്യമായിട്ട് ബ്രിട്ടീഷുകാരുമായിട്ട് മീറ്റ് ചെയ്തു. അവിടെ റോബർട്ട് ക്ലൈവ് അതിമനോഹരമായ ഒരു ഓഫർ മിർ ജാഫറിന്റെ മുന്നിലേക്ക് വെച്ചു. ഓഫർ എന്തായിരുന്നു? ബ്രിട്ടീഷുകാരും ബംഗാളിന്റെ നവാബായ സിറാജ് ഉദ് ദൗളയും തമ്മിൽ ഒരു യുദ്ധമുണ്ടായാൽ 1,00,000-ഓളം വരുന്ന സൈന്യമാണ് ആർക്കുള്ളത്?
സിറാജിനുള്ളത്. അതിൽ 12,000-ഓളം വരുന്ന പടയാളികളാണ് ഈ യുദ്ധക്കളത്തിലേക്ക്, കൽക്കട്ട നഗരത്തിലേക്ക് വിന്യസിക്കപ്പെട്ടിരിക്കുന്നത്. ഈ 12,000-ഓളം സൈന്യം ബ്രിട്ടീഷുകാരുമായിട്ട് ഏറ്റുമുട്ടാൻ വന്നു കഴിഞ്ഞാൽ വെറും 2,000-ഓളം മാത്രമുള്ള ബ്രിട്ടീഷ് സൈന്യത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇവിടെ ബ്രിട്ടീഷുകാർ മുന്നോട്ട് വെച്ച ഓഫർ ഇതായിരുന്നു: ഈ യുദ്ധത്തിൽ മിർ ജാഫർ പങ്കെടുക്കരുത്, മിർ ജാഫറിനെ അനുകൂലിക്കുന്ന സൈന്യവും പങ്കെടുക്കരുത്. യുദ്ധകളത്തിൽ നിഷ്പക്ഷരായിട്ട് നിങ്ങൾ നിൽക്കുക. യുദ്ധത്തിൽ ഞങ്ങൾക്കെതിരെ ആയുധമെടുത്ത് വരുന്നവരെ ഞങ്ങൾ പരാജയപ്പെടുത്തിക്കൊള്ളാം. ഇതായിരുന്നു എഗ്രിമെന്റ് എന്ന് പറയുന്നത്. ഇതായിരുന്നു എഗ്രിമെന്റ്. ആ എഗ്രിമെന്റ് മിർ ജാഫർ സമ്മതിച്ചു, റോബർട്ട് ക്ലൈവും സമ്മതിച്ചു. അങ്ങനെ യുദ്ധം സമാഗതമായി. യുദ്ധത്തിനുള്ള നേരവും തീയതിയും ഒക്കെ അവർ കുറിച്ചു. എന്നിട്ട് യുദ്ധം ആരംഭിക്കുക. യുദ്ധം ആരംഭിച്ചപ്പോൾ വിജയം സുനിശ്ചിതമാണ് എന്ന് കണ്ട് സിറാജുദ്ദൗള, ചെറുപ്പക്കാരനാണ്, യുദ്ധക്കളത്തിൽ സൈന്യത്തെ മുന്നിൽ നിന്ന് നയിക്കുവാനായിട്ട് അദ്ദേഹം വന്നത്. ഈ 12,000 സേന ഇവിടെയുണ്ട്, അതുകൊണ്ട് റോയൽ ആർമി ഉണ്ട് അദ്ദേഹത്തിന്. 500 പേരാണ് അദ്ദേഹത്തിന്റെ അംഗരക്ഷകന്മാരായിട്ടുള്ളത്. ആ 500-ഓളം വരുന്ന അംഗരക്ഷകന്മാരടങ്ങുന്ന സേനയുമായിട്ട് അദ്ദേഹവും വന്നു. അങ്ങനെ 12,500 പേര്. ഇവരെയാണ് 2,000-ഓളം വരുന്ന റോബർട്ട് ക്ലൈവിന്റെ ആളുകൾ. അതിൽ 500 പേര് മാത്രമേ ബ്രിട്ടീഷുകാരുടെ സൈന്യമായിട്ടുള്ളൂ. ബാക്കി 2,000 പേരെന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്നും അവർ കാശിന് വാങ്ങിച്ച കുറച്ച് പട്ടാളക്കാരാണ്, ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാരാണ്. അങ്ങനെ നേർക്ക് നേർ യുദ്ധം വരികയാണ്. ഈ യുദ്ധമാണ് ബാറ്റിൽ ഓഫ് പ്ലാസി എന്ന പേരിൽ നമ്മൾ പഠിച്ചിരിക്കുന്നത്. 1757-ലാണ് ഈ പ്ലാസി എന്ന യുദ്ധം നടക്കുന്നത്. ഈ പ്ലാസി യുദ്ധം നടന്നപ്പോൾ ഉണ്ടായ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ്? യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. മിർ ജാഫറും അദ്ദേഹത്തിന്റെ സൈന്യവും യുദ്ധത്തിൽ പങ്കെടുത്തില്ല. അവർ മാറി നിന്നു. യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞപ്പോഴാണ് സിറാജുദ്ദൗളയ്ക്ക് കാര്യം മനസ്സിലായത്. അദ്ദേഹത്തിന് രംഗം പന്തിയല്ല എന്ന് ബോധ്യപ്പെട്ടു. എങ്കിലും അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ സൈന്യത്തോട് പറഞ്ഞു, നിങ്ങൾ സധൈര്യം പോരാടുക എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്? ഇവിടുന്ന് രക്ഷപ്പെടാൻ ഒരു ശ്രമം നടത്തി. രാജാവിനെ രക്ഷിക്കേണ്ട ചുമതല രാജാവിന്റെ അംഗരക്ഷകർക്കുള്ളതുകൊണ്ട് രാജാവിനെ രക്ഷപ്പെടാൻ അനുവദിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ അംഗരക്ഷകരാകുന്ന 500 പേര് നല്ല അസലായിട്ട് ഫൈറ്റ് ചെയ്തു. ഈ ഫൈറ്റ് ചെയ്ത സേനയ്ക്ക് നേതൃത്വം കൊടുത്തത് മിർ മദൻ എന്ന് പറഞ്ഞ ഒരു പോരാളി, മിർ മോഹൻലാൽ എന്ന് പറഞ്ഞ ഒരാൾ. അല്ലെ, മദൻലാലും മോഹൻലാലും എന്ന് പറഞ്ഞ പേരുകളൊക്കെ അവിടെയാണ് ആദ്യമായിട്ട് വരുന്നത്. മിർ മദൻലാലും മിർ മോഹൻലാലും. മോഹൻലാലിന്റെ ഒരു ഡ്യൂക്കിന്റെ പേര് മദൻലാൽ എന്നായിരുന്നു. അല്ലെ, മോഹൻലാലും മദൻലാലുമാണ് അവിടെ ഫൈറ്റ് ചെയ്തത്. മിർ എന്നവരുടെ പേരുടെ മുന്നിൽ ചേർത്ത് മിർ മദനും മിർ മോഹനും. അങ്ങനെ ഇവര് 2 പേരുമാണ് ഫൈറ്റ് ചെയ്തത്. പക്ഷേ എന്ത് ചെയ്യാം, യുദ്ധത്തിൽ നവാബിന്റെ സേന പരാജയപ്പെട്ടു. നവാബ് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും നവാബിനെ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി പിടിച്ച് വധിച്ചു. മിർ ജാഫറിന്റെ മരുമകനായ അനന്തരവനായ മീരാൻ ആണ് അത് ചെയ്തത്. അപ്പൊ മീരാൻ മിർ ജാഫറിനെ വധിച്ചു. വധിച്ചതോടുകൂടി എന്ത് സംഭവിച്ചു? രാജ്യം അനാഥമായി. നവാബ് എന്ന് പറയുന്നയാൾ ഇല്ല. പകരമായിട്ട് എന്താ സംഭവിച്ചത്? ഈ പറയുന്ന നമ്മുടെ മിർ ജാഫറിനെ ആരാക്കുകയാണ്? ആ ബംഗാളിന്റെ നവാബാക്കി മാറ്റുകയാണ്. ബംഗാളിന്റെ നവാബാക്കി മാറ്റി. ബംഗാളിന്റെ നവാബായ മിർ ജാഫർ എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർക്ക് പഴയ അവകാശം അങ്ങ് അനുവദിച്ചു കൊടുത്തു. അനുവദിച്ചു കൊടുത്ത അവകാശം എന്തെന്നറിയാവോ? അനുവദിച്ചു കൊടുത്ത അവകാശമാണ് കൽക്കട്ട തുറമുഖത്തുള്ള പഴയ ഫ്രീ ട്രേഡ്, കൽക്കട്ട തുറമുഖത്തു നിന്നും നികുതി പിരിക്കാനുള്ള അവകാശം. അതുകൂടാതെ 1-2 പ്രദേശങ്ങൾ പൂർണ്ണമായിട്ടും അവരുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തു. അതിലൊന്നായിരുന്നു നമ്മള് മിഡ്നാപൂർ എന്ന് പറഞ്ഞ പ്രദേശം. മിഡ്നാപൂർ ബംഗ്ലാദേശിലാണ് നോക്കാം. മിഡ്നാപൂര് കുറച്ചു ഭാഗങ്ങളിൽ. മിഡ്നാപൂരും കൽക്കട്ട തുറമുഖം കൊടുത്തു. മാത്രമല്ല ധാരാളം പണവും കൊടുത്തു. ഇങ്ങനെ ഇംഗ്ലീഷുകാരെ കൽക്കട്ടയുടെ ഭരണം നിയന്ത്രിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ മിർ ജാഫറിനെ പ്രായമൊക്കെയായി. അദ്ദേഹം ഒന്നുമില്ലെങ്കിലും കുറച്ച് ഇൻഡിപെൻഡന്റ് ആയിട്ട് ചിന്തിച്ച ഒരു വ്യക്തിയാണല്ലോ. അദ്ദേഹത്തിന് ഈ ബംഗാളിലെ ഗവർണർമാർ എന്ന നിലയിൽ നിയമിതരാക്കപ്പെട്ടുള്ള ഡ്രേക്ക്, വാൻ സിറ്റാർട്ട്, അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ ഇടപെടലിൽ ഒരു താല്പര്യക്കുറവുണ്ടായി. അദ്ദേഹം അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാരുമായിട്ട് നല്ല രീതിയിൽ ഒരു ഉരസൽ ഉണ്ടായി. ഈ ഉരസൽ മുതലെടുക്കാനായിട്ട് ഇദ്ദേഹത്തിന്റെ മരുമകൻ, മറ്റൊരു മരുമകൻ മകളെ കല്യാണം കഴിച്ചത്. അവന്റെ പേരാണ് കാസിം എന്ന് പറയും. കാസിം, മിർ കാസിം എന്നാണ് പേര്. ഈ മിർ കാസിം എന്ത് ചെയ്തു?
ബ്രിട്ടീഷുകാരോടൊരു ധാരണ എടുത്തു. മിർ ഖാസിം എടുത്ത ധാരണ എന്തെന്നറിയാവോ? എന്റെ അമ്മാവനായ മിർ ജാഫറിന് പകരം എനിക്ക് കൽക്കട്ട നഗരത്തിന്റെ ചുമതല തന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് കുറച്ചുകൂടി ആനുകൂല്യങ്ങൾ നൽകാമെന്ന് പറഞ്ഞു. അങ്ങനെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? മിർ ജാഫറിനെ മാറ്റിയിട്ട് മിർ ഖാസിമിനെ കൊടുത്തു. അങ്ങനെ മിർ ഖാസിം ബംഗാളിന്റെ നവാബായിട്ട് വരികയാണ്. വന്ന ഉടൻ തന്നെ അദ്ദേഹം ചെയ്ത കാര്യം എന്താണ്? 24 പർഗാനാസ് എന്ന് പറയുന്ന ഒരു ജില്ലയുണ്ട്. ആ ജില്ല പൂർണ്ണമായിട്ടും ബ്രിട്ടീഷുകാർ കൊടുത്തു. അതായത് മിഡ്നാപൂര് കിട്ടിയതിന് പുറമെ 24 പർഗാനാസ് എന്ന് പറയുന്ന മറ്റൊരു ജില്ലയും കിട്ടി. കൽക്കട്ട തുറമുഖവും എല്ലാം കിട്ടി. ഇവരങ്ങനെ ഗംഭീരമായിട്ട് ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഖാസിം ചോദിക്കുന്നവർക്കെല്ലാം വാരിക്കൂരി കൊടുത്ത കാര്യം എന്താ? ബ്രിട്ടീഷുകാർക്ക് സന്തോഷമുണ്ടെങ്കിൽ മാത്രമേ ഈ ബ്രിട്ടീഷുകാർ എന്നെ ഇരുത്തുകയുള്ളൂ കസേരയിൽ. അതല്ലെങ്കിൽ അവരെന്ത് ചെയ്യും? എന്നെ അധികാര സ്ഥാനത്തുനിന്ന് മാറ്റിയാലോ എന്നൊരു പേടി ആർക്കുണ്ടായി? ഈ മിർ ഖാസിമിനുണ്ടായി. പക്ഷെ ഖാസിമിനെ ബ്രിട്ടീഷുകാരെ സന്തോഷിപ്പിച്ച് നിർത്തുന്നെങ്കിൽ ഖാസിമിന്റെ കീശ അറിയണമെന്നുണ്ടെങ്കിൽ ഖാസിമിന് വരുമാനം വേണം. ഖാസിമിന് ഇവിടുന്ന വരുമാനം ജനങ്ങളിൽ നിന്ന് പിരിക്കുന്ന നികുതിയുള്ള വരുമാനം. ജനങ്ങളിൽ നിന്ന് നികുതി കൂടുതൽ പിരിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ വിഷമിക്കും. വിഷമിക്കുന്ന ജനങ്ങള് ഖാസിമിനെ എതിർക്കും. ഖാസിമിനെ ജനങ്ങൾ എതിർത്തു കഴിഞ്ഞാൽ അവിടെ കലാപം ഉണ്ടാവും. ആ കലാപം ഖാസിം മണത്തു. ജനങ്ങളെ പ്രീതിപ്പെടുത്തണം. ജനങ്ങളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഖാസിം എന്ത് ചെയ്തു? ഖാസിം കുറച്ച് ജനകീയമായ പദ്ധതികളുമായിട്ട് മുന്നോട്ട് വന്നു. ഖാസിം അദ്ദേഹത്തിന്റെ സൈന്യത്തെ പതുക്കെ പതുക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി? സംഭരിച്ചു കൂട്ടാൻ തുടങ്ങി. ഇംഗ്ലീഷുകാരായിട്ടുള്ള സൈനിക ഓഫീസർമാർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന കൈക്കൂലിയുടെ അളവ് പതുക്കെ പതുക്കെ കുറച്ചു കൊണ്ടുവരാൻ തുടങ്ങി. ഖാസിമിന് ഒരു നിവേദനം കിട്ടിയെന്നും ആ നിവേദനത്തിന് അദ്ദേഹം പരിഹാരം കാണുന്നു എന്നും പറഞ്ഞുകൊണ്ട് കൽക്കട്ട എന്ന നഗരത്തിൽ സൗജന്യമായിട്ട് വ്യാപാരം ചെയ്യാനായിട്ട് എല്ലാ വ്യാപാരികളെയും അദ്ദേഹം അനുവദിച്ചു. ഇതോടുകൂടി ഖാസിമിനെ അവിടുത്തെ വ്യാപാരികൾക്ക് വലിയ രീതിയിൽ ഇഷ്ടമുണ്ടായി. വ്യാപാരികൾ ഖാസിമിന് കൊണ്ടുവന്ന് കുറെ പൈസയും കൊടുക്കാൻ തുടങ്ങി. നേരത്തെ ഇതെല്ലാം ബ്രിട്ടീഷുകാർ കെട്ടിക്കൊണ്ടിരുന്നല്ലേ. അപ്പൊ ബ്രിട്ടീഷുകാർക്ക് അവരുടെ വരുമാനം നിലച്ചു പോയപ്പോൾ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ഒരു നേരെ വന്ന് ഖാസിമിനെ കണ്ടു. ഖാസിമിനെ കണ്ടിട്ട് പറഞ്ഞു, ഒരു ഓർഡർ നിങ്ങൾ തിരുത്തണം. ബ്രിട്ടീഷുകാർക്ക് മാത്രം സൗജന്യ വ്യാപാരത്തിനുള്ള അവകാശം, ഇന്ത്യക്കാർക്ക് സൗജന്യ വ്യാപാരത്തിനുള്ള അവകാശമില്ല എന്ന രീതിയിൽ ഒരു ഉത്തരവിറക്കാൻ പറഞ്ഞു. ഇങ്ങനെ ഒരു വരവ് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഖാസിം ഈ കളി മൊത്തം കളിച്ചത്. ജനങ്ങൾ അദ്ദേഹം എന്ത് ചെയ്തു? കയ്യിലെടുത്തിരിക്കുകയല്ലേ. അപ്പൊ ജനങ്ങളുടെ പിന്തുണയുണ്ട്. നഗരത്തിലെ പ്രധാനപ്പെട്ട പണക്കാരുടെ പിന്തുണയും ഇപ്പോൾ ഖാസിമിനുണ്ട്. ഖാസിം എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാരെ വെല്ലുവിളിച്ചു. ബ്രിട്ടീഷുകാരെ വെല്ലുവിളിച്ചുകൊണ്ട് ഖാസിം എന്ത് ചെയ്യുകയാണ്? ബ്രിട്ടീഷുകാർക്കെതിരായിട്ടൊരു ഫൈറ്റിനെ ഇറങ്ങി പുറപ്പെടുകയാണ്. പക്ഷേ ഖാസിം പരാജയപ്പെട്ടു. മിർ ഖാസിം പരാജയപ്പെട്ടു. മിർ ഖാസിം പരാജയപ്പെട്ടപ്പോൾ മിർ ഖാസിമിന് അറിയാം, പരാജയപ്പെടുത്തി കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർ ചെയ്യാൻ പോകുന്നത് പഴയ മിർ ജാഫറിനെ തന്നെ എന്ത് ചെയ്യും? കസേരയെ കൊണ്ടുവന്നിരുന്നു. എന്നിട്ട് എന്നെ വധിച്ചു കളയും. അതുകൊണ്ട് വധിക്കപ്പെടാൻ അദ്ദേഹം കാത്തു നിന്നില്ല. അദ്ദേഹം എന്ത് ചെയ്തു? അവിടുന്ന് മുങ്ങി. അദ്ദേഹം മുങ്ങിയിട്ട് നേരെ പോയത് അവധ് എന്ന് പറഞ്ഞൊരു പ്രദേശത്തേക്കാണ്. അവധ് എന്ന പ്രദേശം നമുക്കറിയാം ഇവിടെയാണ്, UP-യിലാണ്. അവിടെ ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരായിരുന്നു സാദത്ത് ഖാൻ എന്ന് പറയും. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നില്ലായിരുന്നു, മുഗൾ ചക്രവർത്തി ഉണ്ടെങ്കിലും മുഗൾ ചക്രവർത്തി എന്ന് പറയുന്ന ആള് പലപ്പോഴും തലസ്ഥാനത്ത് കിടന്നുറങ്ങുന്നത് ഏതെങ്കിലും ശക്തനായ പ്രധാനമന്ത്രിയുടെ സംരക്ഷണത്തിലായിരിക്കും. കാര്യം എന്താ? രാജാവാകാൻ വേണ്ടി ഏതെങ്കിലും ഒരുത്തം വന്ന് ഈ രാജാവിനെ കൊന്നുകളയും, എന്നിട്ട് രാജാവായിട്ട് സ്വയം പ്രഖ്യാപിക്കും. അങ്ങനെ പ്രഖ്യാപിക്കുമ്പോൾ ഇവൻ രാജാവാണ്, ഈ രാജാവിനെ തൊട്ടാൽ ഞാൻ കയറി എങ്ങോ നടിക്കില്ല അതിന് എന്ന് പറയാനായിട്ട് ഒരു തലതൊട്ടപ്പനായിട്ട് ഒരു മന്ത്രിയും വേണം. അതായത് കിങ് ആയിരുന്നു നേരത്തെ മുഗൾ സാമ്രാജ്യം ഭരിച്ചിരുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പൊ കിങ് അല്ല, കിങ് മേക്കർമാർ വരാൻ തുടങ്ങി. അതായത് ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രി ഒരു ആളിനെ രാജാവായിട്ട് നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ ആ രാജാവിനെ ആര് ഇതാണ് തള്ളി പറയാൻ പാടില്ല. ആ രാജാവിനെ ആരെങ്കിലും തള്ളി പറഞ്ഞാൽ ഈ മന്ത്രി വരും. പിന്നെ ഈ മന്ത്രി ആയിരിക്കും രാജാവിനെ കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യിപ്പിക്കാൻ. അപ്പോൾ അത്തരത്തിൽ പവർഫുൾ ആയിട്ടുള്ള ഒരു മന്ത്രിയുണ്ട്. ആ മന്ത്രിയുടെ പേരാണ് ഷൂജ ഉദ് ദൗള എന്ന് പറയും. നമ്മുടെ സാദത്ത് ഖാന്റെ പിൻഗാമിയായിട്ട് വന്ന ഒരു ഭരണാധികാരിയാണ് ഷൂജ. അവധിലെ ഭരണാധികാരിയുടെ പേരാണ് ഷൂജ ഉദ് ദൗള എന്ന് പറയും. ഷൂജ അല്ലെ, നമ്മൾ ഷീജ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇത് ഷൂജയാണ്. ഷൂജ ഉദ് ദൗള എന്ന് പറയുന്ന ഭരണാധികാരി ഇവിടെയാണ്, അവധിലെ ഭരണാധികാരിയാണ്. ഈ അവധിലെ ഭരണാധികാരിയുടെ സംരക്ഷണത്തിലിരിക്കുന്ന ഒരു മുഗൾ ചക്രവർത്തി. മുഗൾ ചക്രവർത്തിക്ക് പേടിയാണ്, എന്നെ ആരെങ്കിലും അറ്റാക്ക് ചെയ്യുമോ. അദ്ദേഹം എപ്പോഴും സംരക്ഷണം തേടിയിരുന്നത് ഈ അവധിലെ അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രിയുടെ അടുത്ത് നിന്നാണ്. ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ജാഗീർദാർ അദ്ദേഹമാണ്. ആ മുഗൾ ചക്രവർത്തിയുടെ പേരാണ്, മുഗൾ രാജാവിന്റെ പേരാണ്
ഷാ ആലം രണ്ടാണ് തോന്നുന്നത്, ഷാ ആലം സെക്കൻഡ്. അങ്ങനെ ഒരു റെഫ്യൂജി ആയിട്ടുള്ള ഒരു ഫ്യൂജിറ്റീവ്, ഒരു അഭയാർത്ഥിയെ പോലെ കഴിയുന്ന ഒരു രാജാവ്. അതാണ് മുഗൾ രാജാക്കന്മാര്. ഔറംഗസേബിന്റെ ഒക്കെ കാലം കഴിഞ്ഞപ്പോൾ രാജാവിന് പേടിയാണ്. രാജാവ് ഉറങ്ങിക്കിടക്കുമ്പോൾ രാജാവിന് ആരെങ്കിലും കൊല്ലും. കാര്യം എന്താ, ഈ മുഗൾ പരമ്പരയില് 100 കണക്കിന് സന്താനങ്ങളുണ്ട്. ഒരു രാജാവിന് 4-5 ഭാര്യമാരൊക്കെ തന്നെയുണ്ട്. അതിൽ തന്നെ ഒരുപാട് മക്കൾ കാണും. ഇനി അനൗദ്യോഗികമായിട്ട് ഒരുപാട് മക്കൾ കാണും മുഗൾ സാമ്രാജ്യത്തിൽ. അങ്ങനെയുള്ള ആ മക്കൾ ആരെങ്കിലും രാജാവാകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രിയെ കണ്ടിട്ട് പറയും, എന്നെ രാജാവാക്കിയ നീയാണ് എന്റെ പ്രധാനമന്ത്രി, നിനക്ക് രാജ്യം ഭരിക്കാമെന്ന് പറയും. അപ്പൊ പ്രധാനമന്ത്രിയാകാൻ ആഗ്രഹമുള്ളവരെ തീരുമാനിക്കും, രാജാവ് പൊട്ടനായിട്ടിരുന്നോട്ടെ, രാജ്യം എനിക്ക് ഭരിക്കാമല്ലോ എന്ന് കരുതി അവര് രാജാവിന്റെ കൂട്ടത്തിൽ. അങ്ങനെ വന്നുപോയതാണ് മുഗൾ സാമ്രാജ്യം ക്ഷയിച്ചു പോയത്. കിങ് അല്ലെ കിങ് മേക്കർമാർ വന്നതോടുകൂടി. അത്തരത്തിലുള്ള ഒരു രാജാവായിരുന്നു, മുഗൾ രാജാവായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു ഷാ ആലം സെക്കൻഡ് എന്ന് പറയും. ഈ ഷാ ആലം സെക്കൻഡ് അദ്ദേഹം എന്ത് ചെയ്തു? ഈ ഷൂജയുടെ പ്രൊട്ടക്ഷനിൽ കഴിയുന്ന ആളാണ് ഷൂജ. ഈ ഷൂജയുടെ അടുത്തേക്കാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മിർ കാസിം സംരക്ഷണം ചോദിച്ചു ചെല്ലുന്നത്. മിർ കാസിം സംരക്ഷണം ചോദിച്ചു ചെന്നത് ആരുടെ അടുത്തേക്കാണ്? ഷൂജയുടെ അടുത്തേക്കാണ്. ഷൂജ ഇവിടുത്തെ ഭരണാധികാരിയാണ്. ഷൂജ അവധിലെ ഭരണാധികാരിയാണ്. ഷൂജ. ഷൂജ ആരുടെ സംരക്ഷണം കൂടി കൊടുക്കുന്ന ആളാണ്? മുഗൾ ചക്രവർത്തിയുടെ സംരക്ഷണം കൂടി കൊടുക്കുന്നയാളാണ്. അപ്പൊ മിർ കാസിം ചെന്നിട്ട് പറഞ്ഞു, ബംഗാൾ എന്റെ കൈവശത്തു നിന്ന് നഷ്ടപ്പെട്ടു പോയി. ബംഗാൾ ഇപ്പോൾ ഭരിക്കുന്നത് ബ്രിട്ടീഷുകാരാണ്. അത് നമ്മുടെ മുഗൾ സാമ്രാജ്യത്തിന്റെ ഒരു പ്രവിശ്യ അല്ലായിരുന്നു. ആ പ്രവിശ്യ ഇപ്പോൾ മുഗൾ ചക്രവർത്തിക്ക് യാതൊരു തരത്തിലുള്ള ഗുണവുമില്ലാത്ത ഒരു വിഭാഗം ആൾക്കാരാണ് ഭരിക്കുന്നത്. ആ പ്രദേശം നമുക്ക് തിരിച്ചു പിടിക്കേണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ പ്രധാനമന്ത്രിയുടെ പവറുള്ള ഷൂജയല്ലേ? ഷൂജ പറഞ്ഞു, ശരി, നമുക്ക് തിരിച്ചു പിടിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഇംഗ്ലീഷ് ടീമുമായിട്ട് ഒരു യുദ്ധം ചെയ്യണമെന്ന് തീരുമാനിച്ചു. ആ തീരുമാനമെടുക്കുന്നത് ഷൂജയാണ്. ചക്രവർത്തി ഷാ ആലം സെക്കൻഡോ ഷൂജ പറയുന്നതിനപ്പുറം പോവില്ല. ഷൂജയാണ് രാജാവിന്റെ വലങ്കൈയായിട്ട് നിൽക്കുന്നത്. അങ്ങനെ ഷൂജ രാജാവിന്റെ അനുമതിയോടുകൂടി, ഷാ ആലം സെക്കൻഡിന്റെ അനുമതിയോടുകൂടി മിർ കാസിമിനെ സംരക്ഷിക്കാൻ തീരുമാനിച്ചു. മിർ കാസിമിനെ സംരക്ഷിക്കാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ സംഭവിച്ച കാര്യം എന്താണെന്നറിയാലോ? ഒരു യുദ്ധം അനിവാര്യമാവുകയാണ്. അങ്ങനെ ദ കമ്പൈൻഡ് ആർമി ഓഫ് ഷാ ആലം സെക്കൻഡ് ഷൂജ ഉദ് ദൗളയാണ്. മിർ കാസിം, ഇവരുടെ 3 പേരുടെയും സൈന്യം എങ്ങോട്ടേക്ക് ചെല്ലുകയാണ്? ബക്സാർ എന്ന് പറഞ്ഞൊരു സ്ഥലം അല്ലെ, ബക്സാർ. ഈ ബക്സാർ എന്നുള്ള സ്ഥലത്തേക്ക് ചെല്ലുകയാണ്. ഇവിടെ ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയിട്ട് സൈനിക വ്യൂഹം ഒരുക്കിയത് റോബർട്ട് ക്ലൈവിന്റെ സഹായിയായിട്ടുള്ള കേണൽ തോമസുമാണ്. കേണൽ തോമസും നമ്മുടെ റോബർട്ട് ക്ലൈവും ഇവിടെ സൈന്യം ഒരുക്കുന്നു. ഈ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരുടെ മോസ്റ്റ് മോഡേൺ വെപ്പൺസിന് മുന്നിൽ പിടിച്ചു നിൽക്കാനായിട്ട് ആർക്ക് സാധിച്ചില്ല? കമ്പൈൻഡ് ആർമി ഓഫ് ഷൂജ, മിർ കാസിം ആൻഡ് ഷാ ആലം, ഇവർക്ക് സാധിച്ചില്ല. ഇവർ പരാജയപ്പെട്ടുപോയി. ഈ യുദ്ധം നടന്ന വർഷമാണ് 1764 യുദ്ധം നടന്നു. ഈ യുദ്ധമാണ് ബക്സാർ യുദ്ധം എന്ന് പറയുന്നത്. പ്ലാസി യുദ്ധം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെ അടിത്തറ പാകിയെങ്കിലും യഥാർത്ഥത്തിൽ അടിത്തറ എന്ന് പറയുന്നത് ബക്സാർ യുദ്ധമായിരുന്നു. കാരണം പ്ലാസി യുദ്ധം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർക്ക് ഒരു ചുവടുവയ്പ് മാത്രമായിരുന്നെങ്കിൽ യഥാർത്ഥത്തിൽ അടിത്തറ പാകിയ യുദ്ധം എന്ന് പറയുന്നത് 1764 ബക്സാർ യുദ്ധമായിരുന്നു. ഈ യുദ്ധത്തിൽ ബംഗാള്, അവധ്, മുഗൾ, ഈ 3 വിഭാഗങ്ങളെയാണ് പരാജയപ്പെടുത്തിയത്. ഇവിടെ പരാജയപ്പെട്ടു പോയത് ആരാണ്? മുഗൾ ചക്രവർത്തിയാണ് പരാജയപ്പെട്ടു പോയത്. അപ്പോൾ പരാജയപ്പെട്ട ചക്രവർത്തി നേരിട്ട് യുദ്ധക്കളത്തിൽ പങ്കെടുത്തില്ലെങ്കിലും ചക്രവർത്തിക്ക് വേണ്ടിയിട്ട് സേനാവ്യൂഹം ചമച്ചത് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഷൂജയായിരുന്നു. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? ഈ യുദ്ധത്തിനൊടുവിൽ ഒരു ഉടമ്പടി വരികയാണ്. ആ ഉടമ്പടിയാണ് 1765 അലഹബാദ് ഉടമ്പടി എന്ന പേരിൽ അറിയപ്പെട്ട ദ ട്രീറ്റി ഓഫ് അലഹബാദ് ഉടമ്പടി വരികയാണ്. ഈ അലഹബാദ് ഉടമ്പടി ആരെല്ലാം തമ്മിലായിരിക്കും ഒപ്പുവച്ചിരിക്കുന്നത്? ഒപ്പുവച്ചിരിക്കുന്ന മറ്റാരുമല്ല, പറഞ്ഞോ, റോബർട്ട് ക്ലൈവ്, പിന്നെയോ ഷാ ആലം സെക്കൻഡും റോബർട്ട് ക്ലൈവും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടിയാണ് ഈ പറയുന്ന അലഹബാദ് ഉടമ്പടി. ഈ ഉടമ്പടി പ്രകാരം എന്തൊക്കെയാണ് സംഭവിച്ചത്? എന്താണ് ഈ ഉടമ്പടി പ്രകാരം ഉണ്ടായ മാറ്റം മറ്റൊന്നും ആയിരുന്നില്ല. ഇവർ പറഞ്ഞ കാര്യം ഇതാണ്: ഞങ്ങൾ ഇപ്പോൾ വിജയികളാണ്.
വിജയികളായി ഞങ്ങൾക്ക് വേണ്ടത് എന്താണ്? ഞങ്ങൾക്ക് വേണ്ടത് ബംഗാൾ, ബീഹാർ, ഒറീസ. ബംഗാള്, ബീഹാർ, ഒറീസ, അതായത് നമ്മുടെ മിർ കാസിം നേരത്തെ ഭരിച്ചിരുന്ന ആ പ്രദേശം അതാണ് ബംഗാള്, ബീഹാർ, ഒറീസ. നമ്മുടെ ഷുജാഉദ്ദൗളയുടെ രാജ്യത്തിന്റെ കുറെ ഭാഗങ്ങൾ. കാസിമിന്റെയും ഷൂജയുടെയും രാജ്യം അല്ലെങ്കിൽ അവർ ഭരിച്ചിരുന്ന പ്രദേശത്തിന്റെ മിക്കവാറും ഭാഗങ്ങൾ ഇവിടെ പോയി. അപ്പൊ ബംഗാൾ, ബീഹാർ, ഒറീസ എന്നീ പ്രദേശങ്ങളിൽ നിന്നും നികുതി പിരിക്കണം. നികുതി പിരിക്കുക, നികുതിക്ക് പറയുന്ന ഒരു ദിവാനി എന്നാണ്. ദിവാനി റൈറ്റ്, നമ്മൾ പറയുന്ന ദിവാനി റേറ്റ് എന്നാണ് കേട്ടോ. ദിവാനി റേറ്റ്. ബംഗാൾ, ബീഹാർ, ഒറീസ എന്നീ പ്രദേശങ്ങളിൽ നിന്നും നികുതി പിരിക്കുവാനുള്ള അവകാശം ആർക്ക് വേണം? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണം. അപ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടത് നികുതി പിരിക്കുവാനുള്ള അവകാശം. ഇവിടുന്ന് ബംഗാൾ, ബീഹാർ, ഒറീസ എന്നീ പ്രദേശങ്ങളിൽ നിന്ന്. ഇപ്പോൾ അവരുടെ കൈവശം ഇരിക്കുന്ന പ്രദേശം ഏതാണ്? ബംഗാളാണല്ലോ. ഈ ബംഗാളിൽ 2 അധികാരങ്ങൾ അവർക്ക് വേണം. ആ അധികാരങ്ങൾ എന്ന് പറയുന്നത് എന്തെന്നറിയാവോ? ദിവാനിയും നിസാമത്തും. ദിവാനിയും നിസാമത്തും. ദിവാനി എന്ന് വെച്ച് കഴിഞ്ഞാൽ നികുതി പിരിക്കുക എന്ന് നമുക്കറിയാം. നിസാമത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രമസമാധാന പാലനം. അതായത് സൈനികപരമായിട്ടുള്ള അധികാരം കൂടി അവർക്ക് വേണമെന്ന്, പോലീസിന്റെ ഭരണം അവർക്ക് വേണമെന്ന്. അതിനൊന്ന് ഓർത്തു നോക്കിക്കേ. ഔറംഗസേബിന്റെ സഹോദരിയെ ചികിത്സിക്കാനെത്തിയ ഒരു ഡോക്ടർക്ക് സമ്മാനമായി കിട്ടിയ കാളിഘട്ട്, സുൽത്താനതി, ഗോവിന്ദപൂർ, ഈ 3 പ്രദേശങ്ങള് ജോബ് ചെറുമേക്കൊരു ഭംഗിയുള്ള നഗരമാക്കി മാറ്റി. ആ നഗരം കൽക്കട്ട. അവിടെ നിന്നും സൗജന്യമായിട്ട് സാധനങ്ങൾ നികുതി അടയ്ക്കാതെ കൊണ്ടുപോകാനും കൊണ്ടുവരാനുമുള്ള അധികാരം ബ്രിട്ടീഷുകാര് നേടിയെടുത്തു. ഫ്രഞ്ചുകാരുമായിട്ട് മത്സരിച്ച് ഫ്രഞ്ചുകാരെ പരാജയപ്പെടുത്തി ഇന്ത്യയിലെ ഏറ്റവും പ്രബലന്മാരായ യൂറോപ്യൻ ശക്തിയായിട്ട് മാറി. യൂറോപ്യന്മാരെ ചോദ്യം ചെയ്യുവാനെത്തിയ സിറാജിനെ പരാജയപ്പെടുത്തിയിട്ട് കൽക്കട്ട നഗരം അവരുടെ കൈപ്പിടിയിലാക്കി. ബംഗാളിന്റെ ഭരണാധികാരിയെ എങ്ങനെ നിലയ്ക്ക് നിർത്താമെന്നവർ തീരുമാനിച്ചു. ഭരണാധികാരികൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റി. ചോദ്യം ചെയ്യാമെന്ന മുഗൾ രാജാവിനെ പോലും യുദ്ധത്തിൽ പരാജയപ്പെടുത്തി കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? മുഗൾ രാജാവിന്റെ അംഗീകാരം അവർ എന്ത് ചെയ്തില്ല? ചോദ്യം ചെയ്തില്ല. എന്നാൽ മുഗൾ രാജാവിനെ കൊണ്ട് ഈ തെറ്റുകളെല്ലാം ചെയ്യിപ്പിച്ച ആൾക്കാരെ അവരെന്ത് ചെയ്തു? ശിക്ഷിച്ചു. ഇതിന്റെ ഭാഗമായിട്ട് കാസിമിന് പിന്നെ രക്ഷയില്ലല്ലോ. കാസിം നേപ്പാളിലേക്ക് രക്ഷപ്പെട്ടു പോയി കുടികള്. ഷുജാഉദ്ദൗളയ്ക്ക് 50 ലക്ഷം പവൻ നഷ്ടപരിഹാരമായിട്ട് ബ്രിട്ടീഷുകാര്. 50 ലക്ഷം പവൻ. നമ്മൾ 100 പവൻ എന്നൊക്കെയല്ലേ പറയുന്നത് കല്യാണത്തിന്. അന്ന് 50 ലക്ഷം പവൻ ബ്രിട്ടീഷുകാർ നഷ്ടപരിഹാരമായിട്ട് എടുത്തു. 50 ലക്ഷം രൂപ എന്ന് കൂട്ടിക്കും നഷ്ടപരിഹാരമായിട്ട് അവർ വാങ്ങിച്ചു. നമ്മുടെ രാജാവിനെ ശിക്ഷിച്ചില്ല. രാജാവിനെ എന്ത് ചെയ്യണം? ഞങ്ങള് സപ്പോർട്ട് ചെയ്യുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അലഹബാദ്, കോറ, ഇത് എവിടെയുള്ള പ്രദേശമാണെന്നറിയാവോ? അവധിന്റെ കീഴിലുള്ള പ്രദേശമാണ്. അലഹബാദ്, കോറ എന്നിങ്ങനെയുള്ള 2 പ്രദേശങ്ങളുണ്ട്. ഈ പ്രദേശങ്ങളിൽ നിന്ന് ബ്രിട്ടീഷുകാർ നികുതി പിരിക്കും. ആ നികുതി രാജാവിന് കൊണ്ടുപോയി കൊടുക്കും. രാജാവിന് പെൻഷൻ. അതാണ് അത്. രാജാവിനെ പെൻഷൻകാരനാക്കി മാറ്റുന്ന പരിപാടി അവർ തുടങ്ങി. അതാണ് ഇവിടെ പറയുന്നത്. രാജാവ് നോക്കാൻ നേരത്താണ് എനിക്ക് സുഖിക്കാനായിട്ട് കുറെ കാശ് ബ്രിട്ടീഷുകാർ പിരിച്ചുകൊണ്ട് തരുമല്ലോ, പിന്നെ അവരുടെ ഇഷ്ടത്തിന് എത്ര വേണമെങ്കിലും പിരിച്ചെടുത്തോട്ടെ, ഞാൻ സുഖിച്ചാൽ മതിയല്ലോ എന്നൊരു ചിന്ത രാജാവിന്. അതാണ് സംഭവിച്ചത്. ട്രീറ്റി ഓഫ് അലഹബാദ് റോബർട്ട് ക്ലൈവും നമ്മുടെ ഷാ ആലം സെക്കൻഡും തമ്മിലാണ് ഉണ്ടാക്കിയത്. അതാണ് അലഹബാദ് ഉടമ്പടി. ഇത് പ്രകാരം കാസിമിനെ നാടുവിട്ടു പോകാൻ പ്രേരിപ്പിച്ചു. ഷൂജ 50 ലക്ഷം നഷ്ടപരിഹാരം കൊടുക്കണം. ഷാ ആലം സെക്കൻഡ് കോറ, അലഹബാദ് എന്നീ പ്രദേശങ്ങളിൽ നിന്ന് ബ്രിട്ടീഷുകാർ പിരിച്ചു നൽകുന്ന നികുതി കൊണ്ട് സുഖകരമായിട്ട് ജീവിക്കും. പകരം ബ്രിട്ടീഷുകാർക്ക് നികുതി പിരിക്കാനായിട്ട് ബംഗാൾ, ബീഹാർ, ഒറീസ ഇവിടെ 3 സംസ്ഥാനങ്ങളിലെ
നികുതി ബ്രിട്ടീഷുകാർ പിരിച്ചെടുക്കും. 2 ജില്ലകളിലെ നികുതി രാജാവിനെ പിരിച്ചു കൊടുക്കും. അതാണ് സംഭവം, അല്ലെ? ഇനിയോ ഈ പറയുന്ന നിസാമത്ത് എന്ന് പറയുന്ന അധികാരം ക്രമസമാധാന പാലനമാണ്. ആ ക്രമസമാധാന പാലനം ബ്രിട്ടീഷുകാരുടെ കൈവശം വന്നു കഴിഞ്ഞപ്പോൾ ബംഗാളിന്റെ ഭരണം അക്ഷരാർത്ഥത്തിൽ ബ്രിട്ടീഷുകാരുടെ കൈവശമായി. ഈ ബ്രിട്ടീഷുകാരെ പിന്നീട് ബംഗാൾ കേന്ദ്രമാക്കി അവരുടെ ഭരണം ആരംഭിച്ചു. ആ ഭരണം എന്ന് പറയുന്നതാണ് നമ്മൾ നേരത്തെ പറയുന്ന ഡ്യുവൽ ഗവൺമെന്റ്, ഇൻട്രൊഡ്യൂസ്ഡ് ബൈ റോബർട്ട് ക്ലൈവ്. റോബർട്ട് ക്ലൈവ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഡ്യുവൽ ഭരണം എന്ന് പറയുന്നത് ഏതാണ്? 2 രീതിയിലുള്ള ഭരണം. അതായത് ദിവാനിയും നിസാമത്തും ആര്? ബ്രിട്ടീഷുകാരെ. രാജ്യം ഭരിക്കുന്നത് ആര്? ബ്രിട്ടീഷുകാരെ നിയോഗിക്കുന്ന ഒരു ഇന്ത്യക്കാരനായ നവാബ്. അതായത് നമ്മുടെ മിർ ജാഫറിന്റെ കൊച്ചുമകനെ പിടിച്ചെന്ത് ചെയ്തു? കസേരയിലിരുത്തി. എന്നിട്ട് അവൻ പപ്പറ്റ് റൂളാണ്, പാവഭരണാധികാരിയാണ്. അവന്റെ ഇടവും മലവുമായിട്ട് 2 സുബേദാർമാർ, ഡെപ്യൂട്ടി സുബേദാർമാർ എന്ന രീതിയിൽ ബ്രിട്ടീഷുകാർ നിയോഗിക്കുന്ന 2 ചാർജുകാര്. ഇവരാണ് ആ രാജ്യത്തിന്റെ നികുതി എത്രത്തോളമാണ് നിശ്ചയിക്കുന്നത്. ഇവരാണ് ആ രാജ്യത്തിന്റെ ക്രമസമാധാന പാലനവും നിയന്ത്രിക്കുന്നത്. അങ്ങനെ രാജ്യം ബ്രിട്ടീഷുകാർ ഭരിച്ചു, അല്ലെ? അതായത് ഒരു റൂളറിനെ വെച്ചിട്ട് ജനങ്ങളുടെ പഴിയും ശാപവും എല്ലാം ഏറ്റുവാങ്ങാനായിട്ട് ഇന്ത്യക്കാരനായ ഒരു ഭരണാധികാരി. നമ്മളിവിടെ സ്വാതി തിരുനാളിന്റെ ഭരണകാലം എന്ന് പറയുന്നില്ലേ, അല്ലെ? പക്ഷെ സ്വാതി തിരുനാളാണോ യഥാർത്ഥത്തിൽ ഭരിച്ചത്? അല്ല, ബ്രിട്ടീഷുകാർ തന്നെ ഭരിച്ചത്. ബ്രിട്ടീഷുകാർക്ക് വിരുദ്ധമായിട്ടൊന്നും ചെയ്യാൻ അദ്ദേഹം ഉണ്ടായില്ല. നമ്മളിവിടെ പറയാറില്ലേ, വെട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ ഭരണം എന്ന് പറയാറില്ലേ, വേലുത്തമ്പിയുടെ കലാപം എന്ന് പറയാറില്ലേ? അതെന്തുകൊണ്ടാ? രാജാവ് ഉള്ളവനല്ല, ജനങ്ങൾക്ക് ക്ഷേമം കിട്ടില്ല, പഴയ മൊത്തം രാജാവിന് കിട്ടും, ഭരണവും നേട്ടവും മൊത്തം ബ്രിട്ടീഷുകാർ കൊണ്ടുപോകും. ആ സിസ്റ്റമാണ് ഡ്യുവൽ ഗവൺമെന്റ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. ഡ്യുവൽ പോളിസി ഓഫ് റോബർട്ട് ക്ലൈവ് എന്ന പേരിൽ അറിയപ്പെട്ടത്. ആ ഡ്യുവൽ പോളിസിയാണ് ദിവാനിയും നിസാമത്തും നയിക്കാനായിട്ട് 2 ഉദ്യോഗസ്ഥന്മാരെ, റിയൽ റൂളറായിട്ട് ഒരു ഭരണാധികാരി. പക്ഷെ യഥാർത്ഥത്തിൽ റിയൽ റൂളർ ആരായിരുന്നു? ബ്രിട്ടീഷുകാരായിരുന്നു. ഡമ്മി ആയിട്ടൊരു ഭരണാധികാരിയെ വെക്കും. എന്നിട്ട് ഈ ഭരണാധികാരി ഈ 2 ഇടവും വലവും നിൽക്കുന്ന ദിവാനിയും നിസാമത്തും ചുമതലയുള്ള 2 സുബേദാർമാർ പറയുന്നത് പോലെ അനുസരിക്കുകയും വേണം. യഥാർത്ഥത്തിൽ ഭരണം ബ്രിട്ടീഷുകാർ നടത്തുന്നുണ്ട്. എന്നാൽ അവരാണ് ഭരിക്കുന്നതെന്ന് ആരെങ്കിലും അറിയുന്നുണ്ടോ? ആരും അറിയുന്നില്ല. ഇതായിരുന്നു സംഭവം. ഇതിനെയാണ് നമ്മൾ ഡ്യുവൽ പോളിസി, റോബർട്ട് ക്ലൈവിന്റെ ഡ്യുവൽ പോളിസി എന്ന പേര് വിശേഷിപ്പിക്കുന്നത്. ഈ കാലഘട്ടത്തിലാണ് റോബർട്ട് ക്ലൈവ് ബംഗാളിന്റെ ഗവർണറായിട്ട് നിയമിക്കപ്പെടുന്നത്. നമ്മൾ പലപ്പോഴും പല പുസ്തകങ്ങളിലും കണ്ടിട്ടുണ്ട് റോബർട്ട് ക്ലൈവ് ബംഗാളിന്റെ ആദ്യത്തെ ഗവർണർ. പക്ഷെ ബംഗാളിന്റെ ആദ്യത്തെ ഗവർണർ റോബർട്ട് ക്ലൈവ് ഒന്നുമല്ല, ഡ്രേക്ക് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ലോർഡ് ഡ്രേക്ക് ആണ്. ലോർഡ് ഡ്രേക്ക് ആണ് ആദ്യത്തെ ഗവർണറായിട്ടുണ്ടായിരുന്നത്. അത് 1757 ആ പ്ലാസി യുദ്ധമൊക്കെ നടക്കുന്ന സമയത്ത് ഡ്രേക്ക് ആണ് അവിടുത്തെ ഗവർണറായിട്ട് വരുന്നത്. പിന്നീട് ബക്സാർ യുദ്ധമൊക്കെ നടക്കുന്ന സമയത്ത് വാൻസിറ്റാർട്ട് എന്ന് പറഞ്ഞ ആളാണ് ഗവർണറായിട്ട് വരുന്നത്. പിന്നെ അലഹബാദ് ഉടമ്പടി കഴിഞ്ഞിട്ട് ഐക്യ ബംഗാളിന്റെ ഗവർണറായിട്ട് ഈ പറയുന്ന 3 പ്രദേശങ്ങളുടെയും ചാർജുകാരനായിട്ട് വരുന്ന ആളാണ് റോബർട്ട് ക്ലൈവ് എന്ന് പറയുന്നത്. ക്ലൈവ് ആണ് യഥാർത്ഥത്തിൽ കമ്പനിയുടെ ഭരണം മുന്നോട്ട് കൊണ്ടുപോയ വ്യക്തി എന്ന് പറയുന്നത്. അപ്പൊ ഈ ക്ലൈവ് ചെയ്ത കാര്യങ്ങൾ നമുക്കറിയാം എന്താണ്. ക്ലൈവ് ശരിക്കും കമ്പനിയെ കൊള്ളയടിച്ചു എന്ന് വേണം പറയാൻ പറ്റും. അതായത് ക്ലൈവ് ഇവിടെ നിന്നും പോയത് 3 കപ്പലുകൾ നിറയെ സമ്പത്തുമായിട്ടാണെന്നാണ് പറയുന്നത്. പക്ഷേ ഈ പാവപ്പെട്ടവനായിട്ട് ഇവിടെ വന്ന റോബർട്ട് ക്ലൈവ് തിരികെ പോയത് എങ്ങനെയാണ്? സമ്പത്ത് കുമിഞ്ഞുകൂടുന്നവനായിട്ടാണ് പോയത്. പക്ഷേ അദ്ദേഹം അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ വിചാരണയ്ക്കൊക്കെ വിധേയനായി. അദ്ദേഹത്തെ ഇംപീച്ച് ചെയ്യുന്ന ഒരു രീതിയിലേക്കൊക്കെ എത്തിയത്. അല്ല, വാറൻ ഹേസ്റ്റിങ്സിനെയാണ് ഇംപീച്ച് ചെയ്യുന്ന രീതിയിലേക്ക് വന്നത്. പക്ഷെ അദ്ദേഹത്തെ ഇംപീച്ച് ചെയ്തില്ല. ഈ പറഞ്ഞ റോബർട്ട് ക്ലൈവ് എന്ത് ചെയ്യേണ്ടതായിട്ട് വന്നു? അദ്ദേഹത്തിന് സൂയിസൈഡ് ചെയ്യേണ്ട ഒരു സാഹചര്യം. അദ്ദേഹം വെടിവെച്ച് മരിക്കുകയായിരുന്നു ചെയ്തതെന്നാണ് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന റോബർട്ട് ക്ലൈവ്. അത്തരത്തിലുള്ള പ്രക്രിയകളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എന്താണ് കമ്പനി എന്ന് പറയുന്നത്? ഇവിടെ അധികാരം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഷെയർ ഹോൾഡർമാരെന്ന് പറഞ്ഞ മുതലാളികൾ എവിടെ ഇരിക്കുന്ന ആൾക്കാരാ? ഒരു പാർലമെന്റിൽ പ്രഭുക്കന്മാർ. നമ്മൾ പഠിച്ചതല്ലേ എങ്ങനെയുള്ള പ്രഭുക്കന്മാർ? ഹൗസ് ഓഫ് ലോർഡ്സ്, പ്രഭുസഭയാണ്, നൈറ്റ്സ് എന്ന് പറഞ്ഞ ആൾക്കാരാണ്. അവരവിടെ ഇരുന്ന് ഫണ്ട് മുടക്കി ഒരു കമ്പനി സ്ഥാപിച്ചു. ആ കമ്പനി ഇന്ത്യയിലേക്ക് വന്നു ഈ കമ്പനിയുടെ ഉദ്യോഗസ്ഥന്മാരായിട്ട് അവിടെ നിന്നും കൊള്ളിയില്ലാത്ത കുറെ ആൾക്കാരാണ് പറഞ്ഞയച്ചത്. സ്വന്തം നാട്ടിൽ നിൽക്കാൻ കൊള്ളില്ലാത്തവന്മാരുള്ള നാട് കടത്തി വിടുന്നത്. അങ്ങനെ നാട് കടത്തി വിട്ടപ്പെട്ടതുപോലത്തെ ആൾക്കാരെയാണ് ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത്. കണ്ണിച്ചോറില്ലാത്ത ക്രൂരന്മാരൊക്കെ ആയിരുന്നു അവർ.
വീട്ടിൽ നിർത്താൻ പറ്റില്ലാത്തവന്മാരെയൊക്കെയാണ് ഇങ്ങനെ കടത്തി വിടുന്നത്. അവർ യാതൊരു തരത്തിലുള്ള ദയയോ ദാക്ഷിണ്യമോ ഒന്നും തന്നെ ഇവിടെയുള്ള ജനങ്ങളോടൊന്നും കാണിച്ചില്ല. അവർ ചിന്തിച്ചെന്താണ്, ഇതെന്റെ പ്രവാസ ജീവിതമാണ്, ഈ കാലം കഴിഞ്ഞ് ഞാൻ പോകുമ്പോൾ തിരിച്ചെന്റെ നാട്ടിലേക്ക് ചെല്ലുമ്പോൾ ഞാൻ രക്ഷപ്പെടണം, എന്റെ കുടുംബം രക്ഷപ്പെടണം. അങ്ങനെ കമ്പനിക്ക് കിട്ടുന്ന പ്രോഫിറ്റ് പോലും ഇവരെന്ത് ചെയ്തു, വെട്ടിച്ചു. അതല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞത്, കൽക്കട്ട തുറമുഖത്തിലൂടെ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് നികുതിയില്ല, ഫ്രീ ട്രേഡ് ആണ്. പക്ഷേ ഈ ഓഫീസർമാർ ചെയ്ത കാര്യം എന്താണ്, അവർ ഇന്ത്യക്കാരുടെ സാധനം അവരുടെ സ്വന്തം സാധനം എന്ന രീതിയിൽ കടത്തും, എന്നിട്ട് ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാരിൽ നിന്ന് പണം വാങ്ങിക്കും. അങ്ങനെ ഈ അഴിമതി എന്ന് പറയുന്നത് ഇങ്ങനെ വളർന്നു 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 വരാൻ തുടങ്ങി. കമ്പനിയിലെ കയക്കുന്ന ഉദ്യോഗസ്ഥന്മാർ മൊത്തം കമ്പനിയിലെ അവരുടെ ഉദ്യോഗ സേവന കാലാവധി കഴിഞ്ഞ് തിരിച്ച് ലണ്ടനിൽ ചെല്ലാൻ നേരത്ത് ശതകോടീശ്വരന്മാരായിട്ടാണ് ചെല്ലുന്നത്. ഈ കമ്പനിയുടെ മുതലാളിമാരെന്ന് പറഞ്ഞ ഷെയർ ഹോൾഡർമാർ പാവങ്ങൾ ഇന്ത്യയിൽ വന്നിട്ടില്ല, പക്ഷെ അവർക്ക് കിട്ടുന്ന തുച്ഛമായ വരുമാനം മാത്രം. അത് പതുക്കെ പതുക്കെ മുറുമുറുപ്പിന് കാരണമായി. അതായത് തൊഴിലാളിയായിട്ട് ചെല്ലുന്നവൻ തിരിച്ച് ആ തൊഴില് പൂർത്തിയാക്കി ചെല്ലുമ്പോൾ അവന്റെ മുതലാളിയേക്കാളും വലിയ മുതലാളിയായിട്ട് ചെല്ലുന്നത്. അപ്പൊ ഇവിടെ കൊള്ള നടക്കുന്നുണ്ട് എന്ന് ആർക്ക് ബോധ്യപ്പെട്ടു? ഇവിടെയുള്ള പാർലമെന്റ് അംഗങ്ങൾക്ക് ബോധ്യപ്പെട്ടു. ഇവരുണ്ടാക്കുന്ന പണം മൊത്തം ഇവരുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി എടുക്കുന്നത്, കള്ളത്തരം കാണിച്ചെടുക്കുന്ന പണമല്ലേ. അതുകൊണ്ട് കമ്പനിയുടെ ആവശ്യങ്ങൾക്ക് പണം കമ്പനിയുടെ ഷെയർ ഹോൾഡർമാർ കൊടുക്കേണ്ടതായിട്ട് വരുന്നു. എന്നാൽ ഈ തട്ടിപ്പും വെട്ടിപ്പും നടത്തി കമ്പനിയുടെ ജോലിക്കാര് കാശും ഉണ്ടാക്കാൻ തുടങ്ങി. തൽഫലമായിട്ട് ഈ പ്ലാസി യുദ്ധമാകട്ടെ, ബക്സാർ യുദ്ധമാകട്ടെ, അലഹബാദ് ഉടമ്പടിയാകട്ടെ, എന്തു തന്നെ സംഭവിച്ചാലും കമ്പനിക്കല്ല അതിന്റെ നേട്ടമുള്ളത്. പക്ഷെ കമ്പനിക്കല്ല നേട്ടം ഉണ്ടായത്, കമ്പനിയിലെ ഉദ്യോഗസ്ഥന്മാർക്ക് നേട്ടമുണ്ടായത്. ഈ യുദ്ധത്തിന് വേണ്ടി ചെലവഴിച്ച തുക, ശമ്പളം, മറ്റു കാര്യങ്ങളെല്ലാം കൊടുക്കാനായിട്ട് കമ്പനിക്ക് കാശില്ല എന്നൊരവസ്ഥ വന്നു. കാര്യം കാശ് മൊത്തം ഉദ്യോഗസ്ഥന്മാർ അടിച്ചുകൊണ്ട് പോയി, ലാഭം മൊത്തം യുവമാരടിക്കുന്നു. കാര്യം ചോദിക്കാനും പറയാനും ആളില്ലല്ലോ. അതുകൊണ്ട് ഈ കമ്പനി എന്ന് പറയുന്നത് പൊന്മുട്ടയിടുന്നൊരു താറാവാണ്, പക്ഷെ അതിനെ നിയന്ത്രിക്കാൻ ആളില്ല. ഈ കമ്പനിക്ക് കടം വന്നു കഴിഞ്ഞപ്പോൾ കമ്പനി എന്ന് പറയുന്നത് തീരുമാനിച്ചു, കടം വാങ്ങണം, ലോൺ എടുക്കണം. എവിടുന്ന് ലോൺ എടുക്കും? കമ്പനിയുടെ ഷെയർ ഹോൾഡർമാരെന്ന് പറഞ്ഞ ആൾക്കാർ ഇംഗ്ലണ്ടിലാണുള്ളത്. ഒരു ലോൺ എടുത്ത് കമ്പനിക്ക് കൊടുത്തു കഴിഞ്ഞാൽ കമ്പനി ആ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇന്ത്യയിലാണ്. ആ പണം തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നത് ഇവിടെ കയക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ ചുമതലയാണ്. അവർ ആ പണം അവരുടെ സ്വന്തം പോക്കറ്റിലേക്ക് ഇടുകയാണ് പതിവ്. അപ്പോൾ കമ്പനി നഷ്ടത്തിലാവും. കാശ് കൊടുത്തുകൊണ്ട് കാര്യമില്ല. പക്ഷെ ഇവര് ചോദിക്കുന്ന ചോദ്യന്യായമാണ്. കാര്യം ചെറുത്തുനിൽപ്പ് നടത്തേണ്ടതായിട്ട് വരുന്നുണ്ട്. കടലിലും കരയിലും നടരാജാക്കന്മാരിൽ നിന്നും കൊള്ളക്കാരിൽ നിന്നും എല്ലാം ഇവർക്ക് അക്രമം നേരിടേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് കമ്പനിക്ക് അത്യാവശ്യമായിട്ട് പണം കൊടുത്തേ മതിയാവുകയുള്ളൂ, അല്ലെങ്കിൽ കമ്പനി നിലനിൽക്കില്ല. അത് തിരിച്ചറിഞ്ഞ ബ്രിട്ടീഷ് പാർലമെന്റിലെ വിദഗ്ധന്മാരായിട്ടുള്ള ആൾക്കാർ തീരുമാനിച്ചു, നമുക്ക് പൈസ കൊടുക്കാം, ഒരു കാര്യം ചെയ്യണം, ഈ കമ്പനിയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് നിയന്ത്രിച്ച് കൊണ്ടുവരണം. അങ്ങനെ കമ്പനിയെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട്, കമ്പനിയുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഈ ബ്രിട്ടീഷ് പാർലമെന്റ് ഒരു നിയമം ആദ്യമായിട്ട് തയ്യാറാക്കി. ആ നിയമത്തിലൂടെയാണ് പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേഷൻ വരുന്നത്. ഏതായിരുന്നു നിയമം അറിയാവോ? റെഗുലേറ്റിംഗ് ആക്ട് എന്ന് പറയും. അല്ലെ? റെഗുലേറ്റിംഗ് ആക്ട് എന്ന് പറഞ്ഞൊരു നിയമം വന്ന വർഷം 1773 ഈ റെഗുലേറ്റിംഗ് ആക്ടിന്റെ കീഴിൽ കമ്പനി എന്ന് പറയുന്നത് ഒരു ട്രേഡിംഗ് കമ്പനി എന്ന രീതിയിൽ നിന്നും ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി എന്ന രീതിയിലേക്ക് മാറ്റപ്പെടുകയാണ് ഉണ്ടായത്. അതായത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്രവർത്തിച്ച കാലം നമുക്കറിയാം, അല്ലെ? 1600 മുതൽ 1772 വരെയുള്ള ഒരു കാലഘട്ടത്തില് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്നത് ഒരു ട്രേഡിംഗ് കമ്പനിയായിരുന്നു. എന്നാൽ ഈ കമ്പനി, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1773 മുതൽ 1857 വരെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി എന്ന നിലയിൽ പ്രവർത്തിച്ചു. അപ്പോൾ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി എന്ന നിലയിൽ ഇവര് പ്രവർത്തിക്കുമ്പോൾ ഇവരുടെ പ്രവർത്തനം ഇംഗ്ലീഷ് പാർലമെന്റിന് വിധേയമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രവർത്തനങ്ങളെല്ലാം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷ് പാർലമെന്റ് കുറച്ച് നിയമങ്ങൾ പാസ്സാക്കി കൊടുത്തു. ഇംഗ്ലീഷ് പാർലമെന്റ് പാസ്സാക്കി കൊടുത്ത നിയമങ്ങൾ എന്ന് പറയുമ്പോൾ അത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി എന്ന രീതിയിൽ ഭരണം നടത്താൻ വേണ്ടി പാസ്സാക്കി കൊടുത്ത ആക്ടുകൾ എന്ന് പറയുന്നത്
എത്ര ആക്ടുകളുണ്ട് എന്നറിയണം കേട്ടോ. ആ ആക്ടുകൾ ഇപ്പോൾ ഇവിടെ പറയാം. 1773 റെഗുലേറ്റിംഗ് ആക്ട് ആണ് ഒന്നാമത്. റെഗുലേറ്റിംഗ് ആക്ട്. ഇതിനുശേഷം 1784 പിറ്റ്സ് ഇന്ത്യ ആക്ട്. ബ്രിട്ടീഷ് പാർലമെന്റിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയാണ് വില്യം പിറ്റ്സ്. പിറ്റ്സ് ഇന്ത്യ ആക്ട്. 1793 ചാർട്ടർ ആക്ട്. 1813 ചാർട്ടർ ആക്ട്. 1813 ചാർട്ടർ ആക്ട്. 1833 ചാർട്ടർ ആക്ട്. 1853 ചാർട്ടർ ആക്ട്. 1, 2, 3, 4, 5, 6 ഇങ്ങനെ 6 നിയമങ്ങളാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി എന്ന നിലയിൽ ഇന്ത്യയിൽ ഭരണം നടത്തുന്നതിനായിട്ട് ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ നിയമങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലെ ഭരണ സംവിധാനങ്ങളോ ഭരണവ്യവസ്ഥയോ ഒന്നുമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തില് കൃത്യമായ നിർവചനത്തോടു കൂടിയിട്ടുള്ള നിയമങ്ങൾ നമുക്ക് ലഭ്യമാക്കിയത് ഈ പറയുന്ന ബ്രിട്ടീഷ് പാർലമെന്റിന്റെ നിയമങ്ങളാണ്. ഇതാണ് നമ്മുടെ രാജ്യത്ത് ഒരു നിയമസംഹിത എപ്രകാരമാണ് രൂപപ്പെടേണ്ടത് ആധുനിക രീതിയിൽ എന്നതിനെ സംബന്ധിച്ച് നമുക്ക് വ്യക്തമായൊരു ഉത്തരവും തന്നു. എന്നാൽ 1773 മുതൽ 1853 വരെയുള്ള ഏകദേശം 80 വർഷക്കാലത്തോളമാണെന്നാണ് എന്റെ ഒരു ഓർമ്മ, അല്ലെ? 80 വർഷക്കാലത്തോളം കമ്പനിയുടെ ഭരണമായിരുന്നു അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി എന്ന നിലയിൽ. എന്നാൽ ഇതിനുശേഷം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നടത്തിയ കൊള്ളരുതായ്മകള്, ഇന്ത്യയിലെ രാജാക്കന്മാർക്ക് ഈ കമ്പനിയോടുണ്ടായ ഒരുതരം അസഹിഷ്ണുത, ജനങ്ങളുടെ പ്രതിഷേധം, ഇതെല്ലാം ഒരു പൊട്ടിത്തെറിയായിട്ടു. ആ പൊട്ടിത്തെറിയാണ് നമുക്കറിയുന്ന 1857 കലാപം എന്ന് പറഞ്ഞ റിവോൾട്ട് ഓഫ് 1857. ഈ റിവോൾട്ട് ഓഫ് 1857 വന്നു കഴിഞ്ഞപ്പോൾ ബ്രിട്ടീഷുകാർക്ക് ഒരു കാര്യം മനസ്സിലായി. ഇന്ത്യയിലെ ജനങ്ങൾക്ക് കമ്പനി വഴി ബ്രിട്ടീഷ് പാർലമെന്റ് നടത്തുന്ന ഭരണത്തിനോട് യാതൊരു തരത്തിലുള്ള താല്പര്യവുമില്ല. അതായത് ബ്രിട്ടീഷുകാരുടെ ഭരണത്തോട് യാതൊരു താല്പര്യവുമില്ല. ബ്രിട്ടീഷുകാർ ഭരിക്കുന്നത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഗവർണർ ജനറൽമാർ വഴിയാണ് ഭരണമെല്ലാം നടത്തുന്നത്. ആ ഭരണത്തോട് ഇന്ത്യയിലെ ജനങ്ങളിൽ 90% പേർക്കും താല്പര്യമില്ല എന്ന് പോകും. അതുകൊണ്ടാണ് കലാപം ഉണ്ടായത്. ആ കലാപം വളരെ കഷ്ടപ്പെട്ട് അടിച്ചമർത്തി. ഇനിയും കലാപം ഉണ്ടായി കഴിഞ്ഞാൽ അടിച്ചമർത്താൻ പ്രയാസമാണ്. അത് തിരിച്ചറിഞ്ഞ ബ്രിട്ടീഷുകാർ ഇവിടുത്തെ ബുദ്ധി പ്രയോഗിച്ചു. ഇതുവരെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയത് ആരാണ്? ഒരു പ്രതിയെ അവർ ചൂണ്ടിക്കാണിച്ചു. ആരാണ് മനസ്സിലായി? ആ പ്രതി ആരാണ്? മനസ്സിലായോ? ആരായിരിക്കാം ആ പ്രതി? പറഞ്ഞോളൂ. റോബർട്ട് ക്ലൈവ്. ആരാണ്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. കഴിഞ്ഞ 80 വർഷമായിട്ട് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചുകൊണ്ടിരുന്നത് ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കി വിടുന്ന ആക്ടുകൾ ആ അർത്ഥത്തിൽ നിന്ന് വ്യതിചലിപ്പിച്ചുകൊണ്ട് ഇവിടെയുള്ള ജനങ്ങളെ ദ്രോഹിക്കുന്ന തരത്തിൽ ഇവിടെ പ്രവർത്തിച്ചത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. ബ്രിട്ടനിൽ രാജ്ഞി അവിടെ നിന്ന് ഒപ്പിട്ടുവിടുന്ന നിയമങ്ങൾ ഇത്രയും ദൂരത്തിലെത്തി ഇവിടെ ഭരിക്കാനുള്ള ഒരു തിട്ടൂരമായി മാറുമ്പോൾ ആ രാജ്ഞിയുടെ വില കളയുന്ന രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ച് ദോഷകരമായി ഇന്ത്യയിലെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിച്ചത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. അതുകൊണ്ട് ഇന്ത്യയിലെ ജനങ്ങളോട് നിങ്ങൾ കലാപം ഉണ്ടാക്കിയത് ശരി തന്നെയാണ്, എന്നിരുന്നാലും ഇന്ത്യയിലെ ജനങ്ങളോട് ഇംഗ്ലണ്ടിലെ ഭരണാധികാരിയായ വിക്ടോറിയ രാജ്ഞിക്ക് യാതൊരു തരത്തിലുള്ള ഒരു നീരസവുമില്ല. മറിച്ച് രാജ്ഞിയുടെ തെറ്റ് ബോധ്യപ്പെട്ടു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്ന ഒരു ഇടനിലക്കാരനെ വെച്ച് നിങ്ങളെ ഭരിക്കുവാൻ രാജ്ഞി തീരുമാനിച്ചപ്പോൾ
കമ്പനി കാര്യങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോകുമെന്നാണ് കരുതിയിരുന്നത്. പക്ഷേ കമ്പനി രാജ്ഞിയെ ചതിച്ചു. അതുകൊണ്ട് ഇനി മുതൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്റെ പ്രജകളുടെ ഇടയിൽ വേണ്ട. എന്റെ ബ്രിട്ടനിലെ പ്രജകളെ പോലെ ഞാൻ ഇനി നിങ്ങളെ നേരിട്ട് ഭരിക്കാനായിട്ട് പോവുകയാണ്. എന്റെ ഭരണം എന്ന് പറയുന്നത് മനോഹരമായൊരു ഭരണമാണ്. ഇത്രയും കാലം നിങ്ങൾ അനുഭവിച്ച ഭരണമല്ല മക്കളെ ഭരണം. ബെറ്റർ ഗവൺമെന്റ് ആണ് ഞാൻ നിങ്ങൾക്ക് നൽകാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് റാണി അങ്ങോട്ടൊരു പ്രഖ്യാപനം നടത്തി. അപ്പൊ ഇന്ത്യയിലെ ജനങ്ങൾ കൈയടിച്ചെന്താണ്? വിക്ടോറിയ രാജ്ഞി പ്രഖ്യാപിച്ചിരിക്കുകയാണ്, റാണി നമ്മളെ നേരിട്ട് ഭരിക്കാൻ വരുന്നു എന്ന് പറഞ്ഞു. അതാണ് സംഭവം. അതാണ് ക്വീൻ വിക്ടോറിയസ് പ്രൊക്ലമേഷൻ. അതായത് ബ്രിട്ടീഷ് പാർലമെന്റിന്റെ ഡയറക്ട് റൂൾ ഇന്ത്യയിൽ ആരംഭിച്ചത് 1858 വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരത്തോടുകൂടിയാണ്. അങ്ങനെ വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം എന്ന ബെറ്റർ ഗവൺമെന്റ് ഫോർ ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 വന്നു. അതിനുശേഷം ജനായത്ത ഭരണം ഇന്ത്യയിലെ ജനങ്ങൾക്ക് നൽകാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് 1861 ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് എന്ന പേരിൽ ഒരു നിയമം കൊണ്ടുവന്നു. ജനപ്രതിനിധികളെ ഞങ്ങൾ തെരഞ്ഞെടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തു. പതുക്കെ കുറച്ച് പ്രഭുക്കന്മാരെ ആ വൈസ്രോയുടെ കൗൺസിലിലേക്ക് കൊണ്ടുവരുന്ന ഒരു രീതി വന്നു. അതിനുശേഷം 1892 വീണ്ടും ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് വന്നു. അത് പ്രവിശ്യകളിലേക്ക് കുറച്ച് ആൾക്കാരെ ജനങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു വ്യവസ്ഥ കൊണ്ടുവന്നു. 1909 മിന്റോ മോർലി ഭരണ പരിഷ്കാരം എന്ന പേരിൽ മറ്റൊരു ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് കൊണ്ടുവന്നു. അതെന്ത് ചെയ്തു? ഇലക്ഷനിൽ മതന്യൂനപക്ഷങ്ങൾക്ക് തിരഞ്ഞെടുക്കപ്പെട്ട് അധികാരത്തിലെത്താൻ സാധിക്കുന്നില്ല. കാരണം ഇവിടെയുള്ള ഭൂരിപക്ഷവും ഹിന്ദുക്കളാണ്. ആ ഹിന്ദുക്കളുടെ ഇടയിൽ നിന്ന് മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല. അതുകൊണ്ട് മുസ്ലിം ന്യൂനപക്ഷങ്ങളെ ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മിന്റോ മോർലി ഭരണ പരിഷ്കാരം എന്ത് ചെയ്തു? മുസ്ലിങ്ങൾക്ക് പ്രത്യേക സംവരണ മണ്ഡലം അനുവദിച്ചു. അത് കഴിഞ്ഞത് അടുത്തൊരു നിയമം വരികയാണ്. അധികാരത്തിലെത്തിയ ജനങ്ങൾക്ക് ഭരണപരിജ്ഞാനം ആവശ്യം. അതുകൊണ്ട് ഇന്ത്യക്കാരായ ജനങ്ങളെ നിങ്ങളെ ഞങ്ങൾ ഭരിക്കാൻ പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രവിശ്യകളിൽ വിഭരണം ഏർപ്പെടും. ഗവർണറുടെ വക നേരിട്ടുള്ള ഒരു ഭരണവും പിന്നെയോ ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാനും തൃപ്തിപ്പെടുത്തുവാനും വേണ്ടിയിട്ട് ജനകീയ പ്രതിനിധികളെ ഭരണത്തിന്റെ ചുമതല ഏൽപ്പിക്കുന്ന ഭരണം. അതാണ് പ്രൊവിൻഷ്യൽ ഡയാർക്കി. അതാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919. അത് കഴിഞ്ഞപ്പോൾ ഇതാ വീണ്ടും വരുന്നു 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. പ്രവിശ്യകളിൽ ഭരിച്ച് മികവ് തെളിയിച്ച നിങ്ങളെ ഞങ്ങൾ കേന്ദ്രത്തിലും ഭരണത്തിൽ പങ്കാളികളാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വന്ന ഡയാർക്കി അറ്റ് സെന്റർ എന്ന പേരിൽ വന്ന നിയമം. ഇതാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ഇത് പ്രകാരം പ്രവിശ്യകളിലേക്കെല്ലാം തെരഞ്ഞെടുപ്പ് നടന്നു. പ്രവിശ്യകളിൽ ഡയാർക്കി മാറ്റിയിട്ട് പ്രവിശ്യകളിൽ ഇന്ത്യക്കാർക്ക് ഗവൺമെന്റ് രൂപീകരിക്കാൻ അനുവാദം കൊടുത്തു. അങ്ങനെ 1937 ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യത്തെ ജനറൽ ഇലക്ഷൻ നടന്നു. പല പ്രവിശ്യകളിലും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മന്ത്രിസഭകൾ രൂപീകരിച്ചു. അത്തരത്തിൽ രൂപീകരിക്കാൻ മന്ത്രിസഭയിൽ ആദ്യമായിട്ട് ക്യാബിനറ്റ് റാങ്കിൽ എത്തപ്പെട്ട ഒരു വനിതയുണ്ട്. അതാണ് വിജയലക്ഷ്മി പണ്ഡിറ്റ്. 1937 യു പിയിലെ ഗവൺമെന്റിലാണ് വിജയലക്ഷ്മി പണ്ഡിറ്റ് ആ ഒരു പദവിയിലേക്ക് എത്തിയത്. പിന്നീട് 1947 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ സ്വാതന്ത്ര്യം നേടുവാൻ പ്രാപ്തരാക്കി. ഇനി ഞങ്ങൾ ഇന്ത്യക്കാർക്ക് തന്നെ നൽകിക്കൊണ്ട് നിങ്ങളെ കഴിഞ്ഞ എത്ര വർഷക്കാലം, 47 എന്ന് പറയുന്നത് ഏകദേശം 95 വർഷക്കാലത്തോളം അല്ല, 58 മുതൽ 47 വരെയുള്ള ഒരു കാലം എന്ന് പറയാൻ നേരത്തെ ഏകദേശം എത്രയാണ്? 90 വർഷക്കാലത്തോളം വരും അല്ലെ? ഒരു 91 വർഷക്കാലത്തോളം അല്ലെങ്കിൽ 90 വർഷക്കാലത്തോളം നിങ്ങളെ ഞങ്ങൾ ഭരിക്കാൻ പഠിപ്പിച്ചു. ഇനി നിങ്ങൾക്ക് ഞങ്ങൾ നൽകിയ പാതയിലൂടെ ഒരു ഭരണഘടനാ നിർമ്മാണ സമിതിയൊക്കെ ഉണ്ടാക്കി നിങ്ങളുടെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വയം സമാധാനിച്ച് ബ്രിട്ടീഷുകാരെ പോയി. യഥാർത്ഥത്തിൽ നമ്മളെ പ്ലണ്ടർ ചെയ്യാനായിട്ട് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മറ പിടിച്ചു. പിന്നീട് നമ്മളെ ജനാധിപത്യം പഠിപ്പിക്കാനായിട്ട് കുറെ കാര്യങ്ങൾ ചെയ്തു എന്ന മറ്റൊരു മറയെ പിടിച്ചു. ഇന്ത്യയെ കൃത്യമായി പറഞ്ഞാല് 1757 മുതൽ 1947 വരെയുള്ള ഏകദേശം ഒരു 190 വർഷങ്ങൾ എന്ന് പറയുന്നത് ഒരു കൊള്ളയടിക്കുകയാണ്. ഈ കൊള്ളയടി എന്ന് പറയുന്നത് നമ്മൾ കോമൺ ആയിട്ട് പറയുമെങ്കിലും ഇതിനിടയിൽ നമ്മൾ പഠിച്ച, നമ്മുടെ രാജ്യം പഠിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേഷന്റെ കാര്യങ്ങൾ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ സംസാരിക്കാം. ഇപ്പോൾ ഈ കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ ആക്ടും പ്രത്യേകമായിട്ട് നമ്മൾ ചെയ്ത വീഡിയോയുടെ ക്ലാസ് ഉണ്ട്, അത് നിങ്ങൾക്ക് നൽകുന്നതാണ്. അപ്പോൾ 13 ആക്ടുകളാണ് ഉള്ളത് അല്ലെ? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13 ആക്ടുകളുണ്ട്. ഈ 13 ആക്ടുകളുടെയും വീഡിയോ നമ്മൾ ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് നൽകുന്നതാണ്.
മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട കുറച്ച് നോട്ട്സുകളുണ്ട്, അത് വായിച്ചു തരാം. അപ്പൊ അതൊക്കെ ഒന്ന് വായിച്ചും കണ്ടും മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം എങ്ങനെയാണ് രൂപപ്പെട്ടു വന്നതെന്നും അത് എപ്രകാരമാണ് പിന്നീട് നമ്മുടെ ഇന്നത്തെ ഇന്ത്യയെ രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ചതെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്ന് നിർത്താം. ഗുഡ് നൈറ്റ്.